Good evening, everyone. നമ്മൾ ഇന്നിവിടെ ഈ ഈവനിങ് ഗ്യാദർ ചെയ്തിരിക്കുന്നത് SAE മെയ്സിന്റെ വുമൻസ് സെൽ പ്രസന്റ് ചെയ്യുന്ന ഷീസ്പയർ എന്ന് പറഞ്ഞ ടോക്ക് സെഷന് വേണ്ടിയിട്ടാണ്. സോ നമ്മുടെ സ്പീക്കർ ആൻ ചേച്ചിയാണ്. സോ a big huge thanks to all the wonderful women over there. നമുക്ക് നമ്മുടെ കൂടെ നമ്മുടെ SAE മെയ്സിന്റെ ഫാക്കൽറ്റി അഡ്വൈസർ ആയ ജോർജ് സർ ഉണ്ട്. Thank you ഗായത്രി. Good evening one and all. നമുക്കറിയാം നമ്മുടെ SAE മെയ്സ് ചാപ്റ്റർ ഭാഗമായിട്ടുള്ള വുമൻസ് സെല്ലിന്റെ ഭാഗമായി നമ്മൾ നടത്തുന്നൊരു ടോക്കിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ മീറ്റിംഗിൽ ഗേദർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം മെമ്പേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഞാനൊരു താങ്ക് യു പറയുന്നു. കാരണം ഇത്ര ഈ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലും നമ്മുടെ പ്രോഗ്രാമിൽ വന്ന് അറ്റൻഡ് ചെയ്യുവാനും അതിന്റെ ഭാഗവത്താക്കുവാൻ ശ്രമിച്ച എല്ലാവരോടും ഞാൻ താങ്ക്സ് a lot, sir. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തണ്ടല്ലോ. സാറ് പറഞ്ഞതുപോലെ ചേച്ചി നമ്മുടെ കോളേജിലെ ഒരു തരംഗം തന്നെയായിരുന്നു. ചേച്ചി ഇപ്പൊ 6 months IBM ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചേച്ചി ഷീസ് എ പ്രൗഡ് ഓണർ ഓഫ് പുലിക്കാട്ടിൽ പേസ്ട്രീസ് ഓൾസോ. ഷീസ് എ ഹോം ബേക്കർ. അപ്പം ചേച്ചിയുടെ കോളേജിലേക്ക് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ TDC ക്യാപ്റ്റൻ ആയിരുന്നു, മാത്സി 2019 ക്യാപ്റ്റൻ ആയിരുന്നു, ബെസ്റ്റ് ഓൾറൗണ്ടർ ആയിരുന്നു. സോ ഇനി നമ്മൾ കൂടുതൽ അറിയാനായിട്ട് ആൻ ചേച്ചി ഓവർ ടു യു. Hi Gayatri, thank you so much for the wonderful introduction. ഞാൻ പറയുന്നത് audible അതെ ചേച്ചി ഓഡിബിൾ ആണ്. എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ? കാണാൻ പറ്റുന്നുണ്ട്. Okay, thank you so much Gayatri, and first of all good evening ladies. Thank you and wow, I feel so honored and privileged. ഇത്രയും പെൺകുട്ടികളുടെ എനിക്ക് നിങ്ങളെ ഒന്ന് കാണാൻ പറ്റുന്നില്ല എങ്കിലും I see a lot of wonderful beautiful ladies sitting ഒരു ഹാളിൽ നിറയെ ഇരുന്ന് എന്നെ ഇങ്ങനെ നോക്കുന്നത് എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. I'm so happy and privileged to share this evening with all the wonderful women out there. And before I begin, I would like to thank God Almighty for this glorious opportunity. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ അർഹിക്കുന്നതിനും അപ്പുറമുള്ളൊരു എനിക്ക് എന്താ ഒരു അച്ചീവ്മെന്റ് പോലെയാണ് ഈ ഒരു ടോക്ക് എന്ന് പറയുന്നത്. And I would like to thank SAE, MEIS, the SAE team, Chairman Akhil, and the coordinators of this program, Gayatri and Meenakshi, for giving me this opportunity. നിങ്ങൾ എനിക്ക് തന്ന ഈ ഓപ്പർച്യൂണിറ്റി എത്രത്തോളം എനിക്ക് നിങ്ങളിൽ എത്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സോ ബിഫോർ ഐ ബിഗിൻ ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്ക് ഈ ഒരു ടോക്ക് കൊണ്ട് ഐ എം നോട്ട് ഹിയർ ടു ഇൻസ്പയർ ഓർ മോട്ടിവേറ്റ് എനിബഡി. ഐ എം ഹിയർ ടു ഷെയർ മൈ ലൈഫ് സ്റ്റോറി. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ടോക്ക് എന്ന് പറഞ്ഞ് വന്നിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആസ് എൻ ഇവിടെ എന്ത് സംസാരിക്കുമെന്ന് ഞാൻ കുറേ ആലോചിച്ചു. എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കണോ, എന്ത് സംസാരിക്കണം. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബ്സിലൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. അതിനിവിടെ വന്നിരിക്കണം എന്നില്ല അല്ലെ. സോ ഐ തോട്ട് ഐ ഷെയർ മൈ ലൈഫ് സ്റ്റോറി. ആ 4 years എൻ്റെ കോളേജിൽ എങ്ങനെയായിരുന്നു അത്രയും ഞാനിവിടെ പറയുന്നുള്ളൂ. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി. അതൊരു ട്രൂ സ്റ്റോറിയാണ്. സോ യു നോ ദ സ്പെഷ്യാലിറ്റി ഓഫ് എ ട്രൂ സ്റ്റോറി. A true story is loud and clear. It is a naked true story. When I say loud and clear, it's loud and clear. ഇന്നലെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. കാരണം എനിക്കൊരു പുതിയ കഥ മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. സോ ഇതിൽ കുറച്ച് പേര് ഇന്നലെ ഇരുന്നവരും ഞാൻ കണ്ടു. സോ നിങ്ങൾ ഇന്ന് ഇരിക്കണം എന്നില്ല. കാരണം ഇന്നലെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ആൻറ്റി പറയാൻ പോകുന്നത്. സോ ഇനി മോട്ടിവേഷൻ ഇത് കേട്ടിട്ട് പോവണ്ട. ഓക്കെ, സോ ബിഫോർ ഐ ബിഗിൻ എനിക്ക് നിങ്ങളിൽ ആരെങ്കിലും രണ്ട് പേര് ഈ ടോക്കിൽ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, എന്നിൽ നിന്ന് എന്തോ പ്രതീക്ഷിച്ചാണല്ലോ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നിൽ നിന്ന്, അതൊന്നും എനിക്ക് അറിയണം. സോ എനിബഡി, ഏതെങ്കിലും 2 പേര് പെട്ടെന്നൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് എന്നോട് പറയാവോ, ഇത് ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നത്. സോ ഐ കൻ ടെൽ യു നിങ്ങൾക്കത് ഞാനതാണോ പറയുന്നത് ഇല്ലയെന്നും ആദ്യമേ എനിക്ക് പറയാമല്ലോ. സോ ഓവർ ടു യു. Hello. Hi. Am I audible? Yes, audible ആണ്. പറയൂ ആൽഫിയ.
Yes, so actually I'm a lot excited about this sort of programs because എനിക്ക് ചേച്ചീനെ നേരത്തെ അറിയാം. ഞാൻ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ചേച്ചി ഫോർത്ത് ഇയർ ആയിരുന്നു. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഷി വാസ് ലൈക്ക് എന്താ പറയാ, ലൈക്ക് ദ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു ആളായിരുന്നു. ലൈക്ക് ഗേൾ എന്ന രീതിയിൽ ഷി വാസ് ലൈക്ക് നോട്ട് ഓൺലി മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ദ ഹോൾ ഫോർത്ത് ഇയർ സെക്ഷനിലെ ഗേൾസ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഷി വാസ് ലൈക്ക് എ കൈൻഡ് ഓഫ് ലീഡർ ഫോർ മീ. സോ ലൈക്ക് ചേച്ചിയുടെ ഒരു സെഷൻ എന്ന് പറയുമ്പോൾ കോഴ്സ് ഞാനൊരു ചുമ്മാ ഇങ്ങനെ ഒരു ഇൻസ്പയറിംഗ് രീതിയിലുള്ള ഇതൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഐ ആക്ച്വലി എക്സ്പെക്ടഡ് that you would actually say about your experiences, about your the things that you might have faced in the college. എന്തെങ്കിലും ഒരു challenges just because എന്നുള്ള രീതിയിൽ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറിച്ച് ഷെയർ ചെയ്യുക ആൻഡ് യുവർ എക്സ്പീരിയൻസസ്. ഞാൻ അത് എക്സ്പെക്ട് ചെയ്താണ് ശരിക്കും വന്നിരിക്കുന്നത്. ഓക്കെ ആൽഫിയ, താങ്ക് യു സോ മച്ച്. ഓക്കെ, എനിക്കൊരു റിലീഫായി. അപ്പോ എന്റെ കാര്യങ്ങൾ കേൾക്കാനാണ് വന്നത് എന്ന് കേൾക്കുമ്പോൾ യെസ്, ഐ എം ഹാപ്പി. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ്. എനിബഡി എൽസ്? നിങ്ങളൊന്നും ഹെസിറ്റേറ്റ് ആവണ്ട, നിങ്ങൾക്ക് എന്ത് വേണോ എന്നോട് സംസാരിക്കാം. ഫീൽ ഫ്രീ. നമ്മൾ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, സോ നിങ്ങൾക്ക് എന്ത് സംസാരിക്കാം. ഹലോ, ഞാൻ ചേച്ചിക്ക് അറിയാം എന്ന് തോന്നുന്നു. ഹായ് മേരെ. ഞാൻ ഫസ്റ്റ് ഇയർ വന്നപ്പോ ചേച്ചി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ചേച്ചിയുടെ ഡാൻസ് പെർഫോമൻസ്. നമുക്ക് ഫസ്റ്റ് ഇയേഴ്സിന് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പം ചേച്ചിനെ കണ്ടിട്ട് എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ചേച്ചിയുടെ ആ ഡാൻസ് കണ്ടിട്ട് എനിക്ക് ശരിക്കും കയറണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ആ ഒരു പേടി കാരണം കിട്ടിയില്ല കളിച്ചതായിട്ട്. അപ്പൊ തുടങ്ങി അഞ്ജന ഫസ്റ്റ് ഇയറിൽ ഡാൻസിൽ കയറിയ കുട്ടി അഞ്ജന എന്നോട് എപ്പോഴും ചേച്ചിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ചേച്ചിയുടെ എക്സ്പീരിയൻസിനെ. പക്ഷെ എന്താ എക്സ്പീരിയൻസ് തോന്നുന്നു അവള് പറയൂല, ജസ്റ്റ് കേട്ടത് അടിപൊളിയാണെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോ എസ് എ ആയിട്ട് എനിക്കൊരു അവസരം ഉണ്ടാക്കി ചേച്ചിയുടെ എക്സ്പീരിയൻസ് ചേച്ചിയായിട്ട് തന്നെ പറയണ കേൾക്കാനായിട്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ചേച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചേച്ചി പറയണ എനിക്ക് കേൾക്കണം. താങ്ക് യു സോ മച്ച് മെറിൻ. താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ വേർഡ്സ്. നിങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾ ഈ പറയുന്ന എന്താ പറയാ, എന്നോട് കാണിക്കുന്ന ഈ ഒരു ഇഷ്ടം, താങ്ക് യു സോ മച്ച്. ഞാനിതൊന്ന് ഡിസേർവ് ചെയ്യുന്ന ഒരാളല്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ മൈ ഹാർട്ട് ഇസ് ഫുൾ. സോ ലെറ്റ് മീ ബിഗിൻ വിത്തൗട്ട് എനി ഡിലേ. സോ ബിഫോർ ഐ ബിഗിൻ, ഞാനൊന്ന് പ്രസന്റേഷൻ മോഡിലോട്ടൊന്ന് പോട്ടെ. ജസ്റ്റ് മിനിറ്റ്സ്. എന്റെ PPT സ്ലൈഡ് ഷോ കാണാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഐ എം സോറി ഫോർ ദി ഇന്ററപ്ഷൻ. ഓക്കെ, സോ വേർ ഡിഡ് ഐ സ്റ്റോപ്പ്? യെസ്, പോസ്റ്റർ നിങ്ങൾക്ക് കാണാം. ലിസൺ ടു വിമൻസ് ലൈഫ് ഇൻ കോളേജ് ആൻഡ് ഹൗ ടു അച്ചീവ് ദ വിൽ ഓഫ് എൻ അൺവേവറിംഗ് സോൾ ഒബ്സെസ്ഡ് വിത്ത് ഗ്ലോറി, ബിക്കം ദി അയൺ ലേഡി. വൗ! എനിക്കിത് വായിച്ചിട്ട് കുറച്ച് സമയം എടുത്തു ഇതൊന്ന് മനസ്സിലാക്കി എടുക്കാൻ. സോ ഇത് വായിച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പാനിക്കായി. ലൈക്ക് ഇതൊക്കെ പറയാൻ am I eligible? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ഇതൊക്കെ എനിക്ക് നിങ്ങൾക്ക് ഇത് ഈ ഒരു ടോക്ക് കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകുമ്പോൾ അയൺ ലേഡി ആവാൻ പറ്റുമെന്ന് ഞാനൊന്നും ഉറപ്പൊന്നും തരില്ല. ഐ ടോൾഡ് യു ബിഫോർ, ദിസ് ഇസ് ജസ്റ്റ് മൈ സ്റ്റോറി, ജസ്റ്റ് മൈ ലൈഫ് ഇൻ കോളേജ്. സോ ലെറ്റ് മീ ബിഗിൻ. ഞാൻ ഒരു SAയിൽ, അതായത് TDC ചെയ്യുമ്പോൾ എനിക്കൊരു ഡയറി ഉണ്ട്. എൻ്റെ TDCയിലെ ബോയ്സിനൊക്കെ അതറിയാം, ദ വെരി ഫേമസ് ബ്ലാക്ക് ഡയറി. അത് തന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നു. ആ ഡയറിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഞാൻ SA പറ്റി ഡ്രീം ചെയ്യുന്നത് എന്നുള്ളത്. അത് ഞാൻ ഇവിടെ സാറിനെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. ആ ഡയറിയിൽ ഉള്ളൊരു കാര്യമായിരുന്നു SA മെയ്സ് വിമൻ സെൽ. നമുക്കൊരു സെപ്പറേറ്റ് റൂം, 24/7 ലാബ്, നമുക്കൊരു കബർഡ്, നമുക്കൊരു കീ, നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ്. ആൻഡ് ഐ എം വെരി ഹാപ്പി ദാറ്റ് ഒരു 1 year ആയില്ല, ഇപ്പൊ 1 year കംപ്ലീറ്റ് ആവാൻ പോകുന്നു. അപ്പൊ തന്നെ ഇതൊക്കെ സംഭവിച്ചതിൽ ഐ എം എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് പ്രൗഡ്. ആൻഡ് ഐ വാസ് സോ ഹാപ്പി ടു സീ ദറ്റ് SA മെയ്സ് വിമൻ സെൽ എന്നൊരു ഇത് കണ്ടപ്പോൾ ഐ ഫെൽ സോ ഹാപ്പി. ബിക്കോസ് ഡ്രീംസ് ഒക്കെ എത്രയും പെട്ടെന്ന് കം ട്രൂ ആകാൻ പോകുന്നു എന്ന് കാണുമ്പോൾ ഐ എം ഫീലിംഗ് സോ എക്സൈറ്റഡ്. അപ്പൊ ഞാൻ എന്തൊരു ഇത് കഴിഞ്ഞിറങ്ങുമ്പോഴും, അതായത് സ്കൂൾ കഴിഞ്ഞാലും കോളേജ് കഴിഞ്ഞാലും, എൻ്റെ അമ്മ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോഴും ആ ഒരു
കാലം നിന്നെ എന്താക്കി എന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. സോ ഞാൻ ഈ റീസെന്റ് ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്, കോളേജിൽ നിന്ന് ഞാൻ ഇറങ്ങി. അപ്പോൾ ഞാൻ എന്തായി കോളേജ് കഴിഞ്ഞപ്പോൾ? ദാറ്റ് റിമൈൻഡഡ് മീ ഓഫ് എ പോയം ദാറ്റ് ഐ ലേൺഡ് ഇൻ മൈ സ്കൂൾ, ദ ഫിനോമിനൽ വുമൻ ബൈ മയ ആഞ്ചലോ. ഐ ലവ് ദറ്റ് പോയം. എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ എല്ലാ ഫോട്ടോയുടെയും ക്യാപ്ഷൻ പുള്ളിക്കാരിയുടെ പോയത്തിലെ കോട്ട്സ് ആണ്. സോ എനിക്കത് വായിച്ചപ്പോൾ ഐ തോട്ട് സംവെയർ ക്ലോസ് ടു, not perfectly, complete ആയിട്ടല്ല, I think I became a phenomenal woman. Phenomenal woman is an exceptional woman. ഒരുപാട് പേര് ആ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്നുണ്ട്. നമ്മള് ആർക്കെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാക്കിയോ, നമ്മൾ എക്സെപ്ഷണൽ ആയോ എന്നൊന്ന് ചിന്തിച്ചു നോക്കി. സോ ഞാൻ അങ്ങനെ ഭയങ്കര എക്സെപ്ഷണൽ ഒന്നും ആയില്ല എങ്കിലും സംവെയർ ക്ലോസ് ടു ഫിനോമിനൽ വുമൻ എനിക്ക് ആകാൻ പറ്റി എന്ന് I would proudly say. So before I begin, I'm going to tell you, this is a very long, boring session. നിങ്ങൾക്ക് ഇവിടെ പോവാം, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് അപ്പം തന്നെ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഇവിടെ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒന്നുമില്ല. ഇത് നമ്മൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ പോലെ പോകണം, എൻ്റെ കഥ കേൾക്കുന്ന പോലെ പോകണം. സോ ഒരു ഫീമെയിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ മെയ്സിലെ 4 കൊല്ലം, ദി സ്റ്റുപ്പിഡിറ്റീസ് ഐ ഡിഡ്, ഞാൻ എടുത്തു ചാടി ചെയ്ത കാര്യങ്ങൾ, ദി അഡ്വെഞ്ചറസ് തിങ്സ് ഐ ഡിഡ്, എൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു, ഞാൻ ഫ്രം ദ വെരി ബിഗിനിങ് പറയും. അത് ആദ്യമേ പറഞ്ഞാലേ ലാസ്റ്റ് അത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഐ വുഡ് ലൈക്ക് ടു ഡിവൈഡ് മൈ ലൈഫ് ഇൻ മെയ്സ് ഇൻ ടു 3 ഈക്വൽ പാർട്സ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മൈ ലൈഫ് ആസ് എ ഫ്രഷർ, ആദ്യമായിട്ട് കോളേജിൽ വരുന്ന ഫസ്റ്റ് ഇയർ എൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു. ആൻഡ് ദ സെക്കൻഡ് പാർട്ട്, വിച്ച് ഇസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്, ദ ഡാർക്ക് സൈഡ് ഓഫ് ബീങ് എ മെക്കറാണി. You might be wondering, dark side, I'll let you know. And the third and the most challenging part, and 4 varshatile, being the first ever captain of TDC Mace 2019. Let me begin. Before I begin with my experiences, I would like to quote a phrase or some sentences from the Holy Bible. മലയാളത്തിൽ സദൃശ്യവാക്യം 31 അധ്യായം, ഇംഗ്ലീഷിൽ പ്രോവർബ്സ് 31. ഞാൻ എല്ലാ ദിവസവും കോളേജിൽ പോകുന്നതിന് മുമ്പ് ഇത് വായിച്ചിട്ടാണ് ഇറങ്ങാറ്. എൻ്റെ അമ്മാമ്മ പഠിപ്പിച്ചു തന്നൊരു ശീലം, അത്രയേ ഉള്ളൂ. അത് പറയുന്നത് സാമർഥ്യമുള്ള സ്ത്രീ എങ്ങനെ ആയിരിക്കണമെന്നാണ്. an excellent virtuous woman എങ്ങനെ ആയിരിക്കണം, how she should be, എന്താണ് ആ ക്വാളിറ്റീസ് എന്നാണ് അത് പറയുന്നത്. ഞാൻ ചുമ്മാ വായിച്ചിങ്ങനെ ആദ്യമൊക്കെ വെറുതെ വായിച്ചു പോകും, ബട്ട് ഇവൻച്വലി എനിക്ക് മനസ്സിലായി അതെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ ബൈബിളിലുള്ള അതുപോലെ ഞാൻ പറയുന്നില്ല, ഞാനതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിന്റ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. ഐ എം ജസ്റ്റ് ഗോയിങ് ടു റീഡ് ഇറ്റ് ഔട്ട്. പ്ലീസ് ലിസൺ കെയർഫുള്ളി. ഇറ്റ് ഇസ് ഗോയിങ് ടു ഹെൽപ്പ് യു. സോ ലെറ്റ് മീ ബിഗിൻ. നമുക്ക് പെൺകുട്ടികൾക്കുള്ള ഒരു പ്രത്യേക കഴിവാണ് വിസ്ഡം. ദൈവം നമുക്ക് തന്നതാണ് വിസ്ഡം. നോബഡി എൽസ് ഹാവ് ദാറ്റ്. അതിൽ നമുക്ക് അഹങ്കരിക്കാം, അതിൽ അഹങ്കരിച്ചോളൂ. വി ഹാവ് വിസ്ഡം. ഒരു വെർച്വസ് വുമൻ, ഒരു സാമർഥ്യമുള്ള സ്ത്രീക്കുള്ളതാണ് വിസ്ഡം. Let me begin. Point number 1. A virtuous woman is a woman of high morals who is upright in her ways. Number 2. Her worth cannot be measured in rubies. Number 3. Men have super confidence in her because she will never ever let them down. Number 4. She demonstrates impeccable loyalty to the people around her. Number 5. She is not sleepy-headed. Number 6. She had to rise before dawn. Number 7. We see that hard work makes us strong. Number 7, such women were not soft, but by virtue of the rigorous work they do, they became strong. She is known for her wisdom. Yes, my life as a fresher. 12th കഴിയുമ്പോൾ എഞ്ചിനീയറിംഗ് ഓർ മെഡിസിൻ നമ്മുടെ മുമ്പിൽ വരുന്ന ആ ക്ലീഷേ ഓപ്ഷൻ. I chose engineering because I was pretty good at maths. അതുകൊണ്ട് മാത്രം. നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളോട് വാട്ട് ഈസ് യുവർ ആംബിഷൻ, വാട്ട് ഈസ് യുവർ ഗോൾ എന്ന് ചോദിക്കുമ്പോൾ ലിസ്റ്റ്. പക്ഷെ വൺസ് യു ഹിറ്റ് പ്രൊഫഷണൽ കോളേജ്, ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻസ്. നമുക്ക് ഹോപ്പ് നഷ്ടപ്പെടും, നമ്മുടെ ആംബിഷൻസ് പോവും, നമ്മുടെ ഗോൾസ് നഷ്ടപ്പെടും. എങ്ങനെയെങ്കിലും ഇത് പഠിച്ചിവിടെ നമ്മൾ ഇറങ്ങിയാൽ മതി, പാസ്സായാൽ മതി എന്നൊരു ആറ്റിറ്റ്യൂഡ് എല്ലാവർക്കും വരും. ഇത് സ്വാഭാവികമാണ്. അത് തന്നെയാണ് എനിക്കും സംഭവിച്ചത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ അലോട്ട്മെന്റ് വെച്ചപ്പോൾ എനിക്ക് 3 വന്നത് MA കോളേജാണ്.
ഐ വാസ് ഡെസ്റ്റിൻഡ്. നീ ഇവിടെ പഠിക്കുക എന്ന് എനിക്ക് ഒരു വിധിയുള്ള പോലെയായിരുന്നു. എനിക്ക് വേറെ ഒരു കോളേജും വന്നില്ല. ഞാൻ എല്ലാ ബ്രാഞ്ചും വെച്ചു. ആൻഡ് എല്ലാവരും ഇലക്ട്രോണിക്സ് പെൺകുട്ടികൾക്ക് നല്ലതാണ്, കുറേ പ്ലേസ്മെന്റ്സ് വരും. ഓക്കെ, ഏത് ബ്രാഞ്ച് എന്ന് വെച്ചപ്പോൾ ലിറ്ററലി ഞാനിങ്ങനെ ഇങ്കി പിങ്കി പോങ്കി ചെയ്താ ഞാൻ ചൂസ് ചെയ്ത്. കാരണം എനിക്ക് അറിയില്ല, സിലബസ് പോലും നോക്കാതെ ഞാൻ എടുത്ത്. ആൻഡ് കോളേജിലെ ഫസ്റ്റ് ഡേ ഐ സ്റ്റിൽ റിമെമ്പർ എൻ്റെ കണ്ണിൽ ഇപ്പോഴും. ഞാൻ ഇവിടെ നിന്ന് ഞങ്ങൾ രാവിലെ വണ്ടിയിലോട്ട് പോവാം. വണ്ടിയിൽ ഒരു ഡ്രൈവർ അറേഞ്ച് ചെയ്ത ഞാൻ കോതോമ്പലത്തോട്ട് വരുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് ഇത്രയും ദൂരം കാറിൽ പോകുന്നു. രാവിലെ എന്നെ പപ്പ വന്ന് വിളിക്കുകയാണ് ബെഡിൽ നിന്ന്. ആ ഡേ ഇപ്പോഴും ഞങ്ങൾ ഇവിടെ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ മൈ പാരൻസ് അതിങ്ങനെ ഇടയ്ക്ക് പറയും. പപ്പ വന്ന് എന്നെ ഇങ്ങനെ വിളിക്കാം, എണീക്കെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടി പേടിച്ച് എണീറ്റ് കട്ടിലിരുന്നു. ഐ സ്റ്റാർട്ടഡ് സ്ക്രീമിങ്. മേ ബി ബിക്കോസ് ഐ ഹാഡ് എ ബാഡ് ഡ്രീം ദാറ്റ് നൈറ്റ്, അറിയില്ല. പപ്പ പറയും, എന്നെ മനസ്സിലാകാതെ നീ ഇരുന്ന് വിളിക്കുമായിരുന്നു. പപ്പ ഗോട്ട് സ്കെയർഡ്. എല്ലാവരും പേടിച്ചു പോയി. കുറച്ചു നേരം എടുത്തു ഞാൻ നോർമൽ ആവാൻ. നമ്മൾ ഈ ചില അന്ധവിശ്വാസം പോലെയൊക്കെ പറയില്ലേ, അയ്യോ ഇവളെന്ത് തുടക്കത്തിലേ ഇങ്ങനെ എന്തൊക്കെയോ പ്രശ്നം വരാൻ പോവാ എന്ന് ഓൾറെഡി ഒരു നെഗറ്റീവ് വൈബായി. ലെറ്റ് മീ ടെൽ യു, യുവർ വേർഡ്സ് ക്യാൻ ഡു മാജിക്. നമ്മൾ എന്ത് പറയോ അതേ നമ്മുടെ ലൈഫിൽ സംഭവിക്കും. എല്ലാവരും ഒരു ടെൻഷനിലാണ് ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്നത്. ബിക്കോസ് ആദ്യമേ ഞാൻ പേടിച്ചു, കരയുന്നു. കോളേജിലെത്തി. ഞാൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് ഗൂഗിളിൽ ഇങ്ങനെ ഇമേജസ് ഒക്കെ നോക്കും. ഒരു കാട്ടിനകത്തൊരു കോളേജ്. ഓ മൈ ഗോഡ്, എൻ്റെ ലൈഫ് തീർന്നു. കാരണം ഞാൻ പഠിച്ചൊരു പ്രൈവറ്റ് സ്കൂളിലാണ്. സോ എനിക്കിത് എങ്ങനെയായിരിക്കും, എന്തായിരിക്കും എക്സ്പീരിയൻസ്, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതെയാണ് ഞാൻ എന്നെ കോളേജിലോട്ട് വരുന്നത്. ടു ബി വെരി ഫ്രാങ്ക്, എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഹോസ്റ്റലിലോ ഏതൊരു കാട്ടിൽ എന്നെ കളഞ്ഞിട്ട് പോയൊരു അബാൻഡൻ ചെയ്തു പോയൊരു ഫീൽ ആയിരുന്നു എനിക്ക്. ബട്ട് മൈ പാരൻസ് വർ വെരി പെർട്ടിക്കുലർ ദാറ്റ് ഐ സ്റ്റഡി ഇൻ എ ഗവൺമെന്റ് കോളേജ്. അവരെപ്പോഴും പറയുമായിരുന്നു, നീ പഠിച്ച സ്കൂള് പോലെ അല്ല, നീ ശരിക്കുമുള്ള കുറച്ച് ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആൾക്കാരെ കാണണമെങ്കിൽ, ലൈഫ് എന്താന്ന് നീ പഠിക്കണമെങ്കിൽ നീ ഒരു ഗവൺമെന്റ് കോളേജിൽ സാധാരണ മനുഷ്യരുടെ പഠിക്കണം. ഐ തിങ്ക് ദേ വർ റൈറ്റ്. അതൊരു 4 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്തായിരുന്നു, അതെന്തിനർത്ഥം എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ദേ വർ അബ്സല്യൂട്ട്ലി റൈറ്റ്. സോ ഐ കെയിം ടു കോളേജ്. ഇലക്ട്രോണിക്സിൽ വന്നിരിക്കുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഫസ്റ്റ് ഡേ. ഹാളിൽ വന്ന് അന്തം വിട്ട് ഞാനിങ്ങനെ ഇരിക്കുവാണ്. ക്ലാസ് തുടങ്ങി. എന്നെ ഒന്നും ഇൻട്രസ്റ്റ് ചെയ്തില്ല. എനിക്കൊന്നും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ഐ ഹാഡ് എ വെരി ഗുഡ് ടൈം ഇൻ സ്കൂൾ. ഇവിടെ വന്നിട്ട് ആരും അറിയപ്പെടാതെ, ഒരു കൂട്ടുകളില്ലാതെ എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. ക്ലാസ് എനിക്ക് എൻ്റെ സബ്ജക്റ്റ് ഇൻട്രസ്റ്റ് ചെയ്യുന്നില്ല. എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോകണം. ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കുഞ്ഞ് അന്ന് കീപാഡ് ഫോണൊക്കെ എടുത്ത് ഞാൻ വീട്ടിൽ വിളിച്ചു. കോളേജിൽ നിന്ന് തന്നെ, അമ്മ എനിക്കിവിടെ പറ്റില്ല, ഐ വോണ്ട് ടു ഗോ ബാക്ക്, ഗെറ്റ് മീ അഡ്മിഷൻ ഇൻ സം പ്രൈവറ്റ് കോളേജ്. ഞാൻ അവിടെ നിന്ന് പഠിക്കാൻ പോവാം. എനിക്ക് എൻ്റെ കൂടെ ഉള്ളവരുടെ കൂടെ നിന്ന് പഠിക്കണം. എൻ്റെ പഴയ സ്കൂൾ മേറ്റ്സിൻ്റെ കൂടെ പഠിക്കണം. ഞാൻ ഭയങ്കരമായിട്ട് ഡെസ്പറേറ്റ് ആയിട്ട് കരയുക ഫോണിൽ കൂടെ. യു നോ വാട്ട് മൈ മദർ സെഡ്? ഷീ ഹേർഡ് എവറിത്തിങ്, ഓൾ മൈ ലെക്ചർ, ആൻഡ് ഷീ സെഡ്, ഈ ഒരു ചെറിയൊരു കാര്യം ഹാൻഡിൽ ചെയ്യാൻ നിനക്ക് പറ്റിയില്ല എങ്കിൽ നിനക്ക് ലൈഫിൽ എവിടെ എത്താൻ പറ്റില്ല. ഇപ്പൊ നിന്നെ എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുവരാം. ഇവിടെ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പൊ നീ ഒരു ഡിസിഷൻ എടുത്ത് അവിടെ നിൽക്കുവാണെങ്കിൽ ഇറ്റ് കൻ ക്രിയേറ്റ് വണ്ടേഴ്സ്. അത് നിന്റെ കയ്യിലാണ് ഡിസിഷൻ. എനിക്കൊന്നും പറയാനില്ല. ഷീ ഡിസ്കണക്റ്റഡ് ദ കോൾ. എനിക്കൊന്നും ഏറ്റില്ല. എനിക്ക് എങ്ങനെയാണ് തിരിച്ചു പോകണം. ബട്ട് ഐ ഗോട്ട് സം റിയലി ഗുഡ് ഫ്രണ്ട്സ്. എൻ്റെ ഫസ്റ്റ് ഇയറിൽ അവർ പറഞ്ഞു, നീ S1 നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവർക്കും ഒരേ ഫീലിംഗ് ആണ്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നോക്കി S1 നോക്കാം. കരഞ്ഞും കുറെ പിറുപിറുത്തും ഒക്കെ ഞാൻ S1 എങ്ങനെയോ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് S2ലാണ് ഒരു BME പഠിപ്പിക്കാൻ ജോർജ് ഊട്ടി സാർ വരുന്നു. ആ ക്ലാസ്സിനെ അറ്റൻഡ് ചെയ്യും. അത് മാത്രം ഞാൻ പഠിക്കും. ഐ ഫൗണ്ട് ദിറ്റ് സബ്ജക്ട് റിയലി ഇൻട്രസ്റ്റിംഗ്. സാറും ഒരു ഫാക്ടറാണ്. വേറെ ഒരു സബ്ജക്ട് ഞാൻ പഠിച്ചില്ലെങ്കിൽ, ഇഫ് യു സീ മൈ മാർക്ക് ലിസ്റ്റ്, BME I have got very good marks. അപ്പോൾ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പഠിക്കാൻ. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ സാർ ക്ലാസ്സിലോട്ട് കയറി വരികയാണ്. എനിക്ക് എന്തോ പ്രൊജക്റ്റോ എന്തോ ചെയ്യാനുണ്ട്, അസൈൻമെന്റ് എന്തോ. സാറ് തിരിഞ്ഞു, ചോക്ക് എടുത്ത് എന്തോ തിരിഞ്ഞു. ഞാൻ ബാക്ക് ഡോർ വഴി ഓട്ടം ഓടി. എൻ്റെ വിചാരം സാറ് കാണുന്നില്ല എന്നാണ്. ബട്ട് ഡു യു തിങ്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിലെ വില്ലന്മാരെ പഠിപ്പിച്ച സാറിന് ഞാൻ ആ ബാക്ക് ഡോറിൽ കൂടെ പോയാൽ ഒബ്വിയസ്ലി മനസ്സിലാകും. സാർ ആളെ വിട്ടു. ഓടിപ്പോയി കൊച്ചിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പം ക്ലാസ്സിൽ കയറിയില്ല. ഐ തോട്ട് സ്റ്റാഫ് റൂമിൽ ചെന്ന് കാണാം. പേടിച്ച് ഞാൻ പോവാട്ടോ സ്റ്റാഫ് റൂമിൽ. ബട്ട് യു നോ വാട്ട് ഹാപ്പൻഡ്? ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ? നീ ശരിക്കും മെക്കാനിക്കലിൽ വരേണ്ടതാട്ടോ. ഐ വാസ് ലൈക്ക്, വാവ്,
ബങ്കിങ് ദ ക്ലാസ് നൈസായിട്ട് ബാക്ക് ഡോറിൽ കൂടെ സ്കിപ്പ് ചെയ്യുന്നത് ഇസ് ദ ടിപ്പിക്കൽ ആക്ടിവിറ്റി ഓഫ് എ മെക്കാനിക്കൽ എഞ്ചിനീയർ. വാവ്. സാർ പറഞ്ഞു നീ അങ്ങ് പോരെ ഹീറോയിസത്തിലൊക്കെ. എങ്ങനെ സർ, ഇനി ഞാൻ എങ്ങനെ വരും, ഇനി എനിക്കതൊരു ബുദ്ധിമുട്ട്, ഇനി എങ്ങനെ ഞാൻ വരും? സർ, ദർ ഇസ് എ ചാൻസ്, ഒരു ബ്രാഞ്ച് ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിനെപ്പറ്റി അന്വേഷിക്കാൻ പറഞ്ഞു. അന്ന് തൊട്ട് ഞാൻ ഡെസ്പെറേറ്റ് ആയിട്ട് അന്വേഷിക്കാൻ തുടങ്ങി എങ്ങനെ എനിക്ക് ബ്രാഞ്ച് ചേഞ്ച് ചെയ്യാം. ദെൻ ഐ ഫൗണ്ട് ദാറ്റ് K2 ആദ്യമായിട്ടാണ് ബ്രാഞ്ച് ചേഞ്ച് ചെയ്യാൻ അഥവാ ഞാൻ മാറുന്നെങ്കിൽ തന്നെ വരുന്നത്. ആൻഡ് ഓൾസോ അത്ര എളുപ്പമുള്ള ഒരു ആക്ടിവിറ്റി അല്ല. യു വിൽ ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൾട്ട്. നല്ല മാർക്ക് വേണം എന്നാലേ മാറാൻ പറ്റുള്ളൂ. അത്ര എളുപ്പമല്ല. സോ ബ്രാഞ്ച് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ കുത്തിയിരുന്ന് പഠിച്ചു. അന്ന് എൻ്റെ 8.5 ആയിരുന്നു കട്ട് ഓഫ് മാർക്ക്. ഞാൻ ഭയങ്കരമായിട്ട് പഠിച്ചു ബിക്കോസ് ഐ റിയലി വാണ്ടഡ് ടു ജോയിൻ ദ ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ ഞാൻ ആദ്യം പാരന്റ്സിനോട് ചോദിക്കണമല്ലോ. യു നോ വാട്ട്, I'm very lucky to be born to the incredible parents. They have that philanthropic attitude. They treat me and my brother equally. When I say equally, yes, they treat us equally. എൻ്റെ പപ്പ എന്നോട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അയ്യോ അത് ശരിയാവും അങ്ങനെയൊന്നും അവർ പറഞ്ഞില്ല. ഇഫ് യു വാണ്ട് യു കൻ ചേഞ്ച് ദ ബ്രാഞ്ച്. അതിൽ ഓക്കെ, നിനക്ക് ഏതാണ് പഠിക്കാൻ ഇഷ്ടം പഠിച്ചോളൂ. പക്ഷെ റിലേറ്റീവ്സ് ആൾക്കാരൊക്കെ എങ്ങനെ ഒരു പെൺകുട്ടി മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്, നിങ്ങൾക്ക് പുറത്തിറങ്ങിയ ജോലി കിട്ടില്ല, ലാബ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, വെയിറ്റ് എടുക്കാൻ പറ്റില്ല, ഇത്രയും ബോയ്സിന്റെ കൂടെ ഒന്നും നടക്കുന്നില്ല. ബട്ട് ഐ വാസ് ഡെസ്റ്റിൻഡ് ആൻഡ് ഐ വാസ് പാഷനറ്റ്. ഞാനൊരു കാര്യം ഞാൻ തീരുമാനിച്ചാൽ ആരൊക്കെ എന്ത്, ഞാനത് എൻ്റെ ഡിസിഷനിൽ നിന്ന് ഞാൻ മാറില്ല. ഐ വാണ്ടഡ് ടു സ്റ്റഡി, സോ ഐ എം ഗോയിങ് ടു ചേഞ്ച് ദ ബ്രാഞ്ച്. നമ്മളൊരു ഡിസിഷൻ എടുത്ത് അതിൽ ഉറച്ചു നിൽക്കുക. ഡിസിഷൻ എടുക്കാൻ ഞാൻ ടൈം എടുക്കും, അതെൻ്റെ ഒരു പ്രശ്നമാണ്. ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ ഐ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. ബട്ട് വൺസ് ഐ ടേക്ക് എ ഡിസിഷൻ അത് അതിൽ തന്നെയാണ്. യു നോ വൈ? ബിക്കോസ് ഐ ഹാവ് ഗോട്ട് മൈ പില്ലർ ഓഫ് സ്ട്രെങ്ത്, ദാറ്റ് ഇസ് മൈ ഫാമിലി. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിലോ? ദാറ്റ് ഷുഡ് നോട്ട് ബി എൻ എക്സ്ക്യൂസ്. ഇഫ് യു പാഷനറ്റ് അബൌട്ട് സംതിങ്, ഡു ഇറ്റ്. ഈവൻ ഇഫ് യുവർ പാരന്റ്സ് ആര് നമ്മുടെ മുമ്പിൽ വന്നാലും ജസ്റ്റ് ഡു ഇറ്റ്. ഇറ്റ് വിൽ ഗിവ് യു പേഴ്സണൽ ഫുൾഫിൽമെന്റ്. But I was very lucky to be born to such incredible parents that they supported me in every activity. So I changed my branch. I created a hype, ഒരു wave. Celebration ആയിരുന്നു ആദ്യമായിട്ട് K2 ഒരു ബ്രാഞ്ച് ചേഞ്ച്, അതും ഒരു പെൺകുട്ടി ഫ്രം ഇലക്ട്രോണിക്സ് ടു മെക്കാനിക്കൽ. ഞാനൊന്ന് പോപ്പുലറായി. കേരളത്തിലെ പല കോളേജുകളും അറിഞ്ഞു. കോളേജിന് അഭിമാനം, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിന് അഭിമാനം. I would like to share some troll. അന്ന് ട്രോൾ മെയ്സിൽ വന്ന് K2 ട്രോളിലും കിടപ്പുണ്ട്. There began my life as a മെക്കറാണി. You can see the troll. ഞാനിത് വായിച്ച് കുറെ ചിരിച്ചിട്ടുണ്ട്. മെക്കറാണിമാർ കൊലമാസാണെങ്കിൽ ഫസ്റ്റ് ഇയർ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ട് സെക്കൻഡ് ഇയർ മെക്കിൽ വന്ന ഇവൾ മരണമാസാണ്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ എന്നെ തന്നെ ട്രോളി, എന്നെ തന്നെ ബോസി ആവാണ്. Let me tell you one thing. There began my tragedy. നമ്മുടെ ലൈഫിൽ തൊട്ടപ്പുറത്തൊരു ട്രോള്, അതും കൂടെ വായിച്ചോട്ടോ, കോമഡി അത്. നമ്മുടെ ലൈഫിൽ ചില സമയത്ത് നമുക്ക് തോന്നും നമ്മൾ എവിടെയൊക്കെയോ എത്തിയെന്ന്. നമ്മളങ്ങ് അഹങ്കരിക്കും. ആ സമയം യു നോ വാട്ട് ഗോഡ് വിൽ ഡു? ഒരു കൊട്ട് തരും. അതൊരു നേച്ചറിന്റെ ഒരു റൂളാണ്. നമ്മൾ തിരിച്ച് മദർ എർത്തിലോട്ട് വരണം. നമ്മൾ താഴെ വന്ന് നമ്മളൊരു സാധാരണ മനുഷ്യനാണെന്ന് തിരിച്ചറിവുകൾ തരാൻ വേണ്ടി നമുക്കൊരു കൊട്ട് തരും. സോ ഐ സ്റ്റിൽ റിമെമ്പർ മൈ ഫസ്റ്റ് ഡേ ആസ് എ മെക്കറാണി ഇൻ മൈ ക്ലാസ്. ഒരു വെള്ളിയാഴ്ചയാണത്. ഭയങ്കര സ്വീകരണം, ഭയങ്കര അവിടെ ഓൾറെഡി അപർണ, അപ്പു എന്ന് ഞങ്ങൾ വിളിക്കുന്ന അപർണ ഓൾറെഡി ക്ലാസ്സിലുണ്ട്. സോ അലോങ് വിത്ത് ഹർ വി ഗോട്ട് അനദർ മെക്കറാണി. ഭയങ്കര ഒരു വരവേൽപ്പൊക്കെ ആയിരുന്നു. ദേ ട്രീറ്റ് മീ ലൈക്ക് എ ക്വീൻ. ആൻഡ് സീനിയേഴ്സ് എനിക്ക് വേണ്ടി ഫ്ലെക്സ് അടിക്കുന്നു, ബാനർ അടിക്കുന്നു. ആൻഡ് ദ വെരി നെക്സ്റ്റ് ഡേ, സാറ്റർഡേ, 24 hours പോലും ആയില്ല, ഐ വാസ് കോട്ട് ഫോർ എ റാഗിംഗ് ഇഷ്യൂ. നിങ്ങൾക്കറിയാം, ഒരു റാഗിംഗ് ഇഷ്യൂവിൽ പിടിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. കരിയർ പോകും, ലൈഫ് പോകും, കോളേജിന്റെ നമുക്കെല്ലാം നഷ്ടപ്പെടും. നമുക്കൊരു ബ്ലാക്ക് മാർക്കാവും. എവിടെ നമ്മൾ പോയാലും അത് നമ്മളെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണത്. ആൻഡ് ഏറ്റവും വലിയൊരു തമാശ എന്ന് പറയുന്നത്, ഞാൻ നന്നായി കൊച്ചിനെ റാഗ് ചെയ്തിട്ടാണെങ്കിൽ ഓക്കെ, ഇത് ഞാൻ അപ്പോഴേക്ക് നല്ല ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. എനിവേ ഭയങ്കര പ്രശ്നമായി. എൻ്റെ ഹോസ്റ്റലുകാര് അതിൽ കൂടുതൽ പ്രശ്നമാക്കി. എന്റെ റൂമിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞു, പുറത്തിറങ്ങരുത്, പോലീസ് വരും, എൻക്വയറി ഉണ്ടാകും. വീട്ടിൽ വിളിക്കുന്നു, പ്രശ്നങ്ങൾ, പ്രശ്നത്തിന്റെ മേൽ പ്രശ്നം. നമ്മൾ ഒറ്റയ്ക്കാവുമല്ലോ.
എന്തൊക്കെ പ്രശ്നവും വരുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണ്, ബാറ്റിൽ നമ്മൾ ഒറ്റയ്ക്കാണ് ഫൈറ്റ് ചെയ്യണം, ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ. ഇറ്റ് വാസ് എ വെരി ഡിഫിക്കൽട്ട് ടൈം. പക്ഷെ അതൊരു വലിയ സംഭവമൊന്നുമല്ല. ഐ കുഡ് ഹാവ് ഹാൻഡിൽഡ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി. യു നോ വാട്ട് ദ സ്റ്റുപ്പിഡിറ്റി ഐ ഡിഡ്? ഞാനത് ഫേസ് ചെയ്യാൻ റെഡി അല്ലായിരുന്നു. ഐ വാണ്ടഡ് ടു ഹൈഡ്. ഞാൻ ഓടണം, എനിക്ക് എസ്കേപ്പ് ചെയ്യണം എങ്ങനെയെങ്കിലും അതിൽ. ഇഫ് യു വാണ്ട് ടു നോ വാട്ട് ഐ ഡിഡ്, നിങ്ങൾ ചിലപ്പോൾ ഈ ചേച്ചീനെ പിടിച്ചാണ് അയൺ ലേഡിയുടെ ടോക്കിന് പിടിച്ചിരുത്തിയതെന്ന് നിങ്ങൾ ചിന്തിക്കും. ചിലപ്പോൾ നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. യു നോ വാട്ട് ഐ ഡിഡ്? I committed suicide. അങ്ങനെ പ്രൗഡായിട്ട് പറയുന്നല്ല, സ്റ്റിൽ ഐ പിറ്റി. ഞാൻ എന്നെ തന്നെ പിറ്റി ചെയ്യുന്നൊരു കാര്യമാണ്. ആൻഡ് ഐ ഡിഡ് ദാറ്റ്. Mar Basilius Hospital, 3 days in critical ICU, struggling for life, heartbeat extremely low, critical condition. Because I was not responding to the medicines. ഓക്കെ, തീർന്നു എന്ന് തന്നെയായിരുന്നു പാരൻസിന് ഒക്കെ. ഐ സ്റ്റിൽ റിമെമ്പർ നേഴ്സ് ചെന്നിട്ട് അടുത്തുള്ളവരെയൊക്കെ അറിയിച്ചോളൂ. ബിക്കോസ് ഞാൻ ഈ സൈഡിൽ കിടന്നതെല്ലാം കേൾക്കുക. എനിക്കെല്ലാം കേൾക്കാൻ പറ്റും, എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ് വാസ് എ വെരി ബാഡ് ടൈം. ബട്ട് ഇതൊക്കെ ഈ ഒരു ഡ്രാമയൊക്കെ ഇവിടെ നടക്കുമ്പോൾ പുറത്ത് ലോട്ട് ഓഫ് സ്റ്റോറീസ് വരാൻ തുടങ്ങി. കാരണം ആർക്കും എന്ത് സംഭവിച്ചെന്നറിയില്ല. ഞാൻ കാരണം തെറ്റ് ചെയ്യാത്ത പലരും തെറ്റിദ്ധരിക്കപ്പെട്ടു. Many people got affected. Many families got affected. Because of me, ഡിപ്പാർട്ട്മെന്റിന് നാണക്കേടായി, കോളേജിന് നാണക്കേടായി. ഇമാജിൻ, വെള്ളിയാഴ്ച ഞാനായിരുന്നു അവിടുത്തെ താരം. You just need a flip of a second, things ഒക്കെ തിരിഞ്ഞു അറിയാൻ. The very next day, ഞാൻ ഏറ്റവും വലിയ നാണക്കേടായി മാറി. അതില് I am responsible for my life. എനിക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ആൻഡ് ട്രീറ്റ്മെന്റ് നേരെ എന്നെ വീട്ടിൽ കൊണ്ടുപോകുന്നു. 1 month ഞാൻ വീട്ടിലാണ്, സൈക്കാട്രി ട്രീറ്റ്മെന്റ്. ആൻഡ് ഐ വെന്റ് ഇൻടു critical depression. And I had to fight depression. Mood swings, hallucinations. My life was very tough. And I say very tough, I don't know how to explain. I came back to college after 1 month. Things were not the same. എന്നെ ആരവത്തോട് എതിരേറ്റവരൊക്കെ സ്റ്റാർട്ടഡ് ലൈക്ക് എന്നെ പുച്ഛിക്കാൻ തുടങ്ങി. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരത് തന്നെ ചെയ്യണം. എന്നോട് മിണ്ടാതെയായി. ക്ലാസ്സിൽ ഞാൻ ഇരിക്കുന്ന ബെഞ്ചിൽ ആരും വന്നിരിക്കില്ല. വൈ? അവരത് ചെയ്യാൻ പാടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു പോലെ ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ ലൈഫ്. ഞാൻ ആരെയും ബ്ലെയിം ചെയ്യാൻ പാടില്ല. അവരെൻ്റെ അടുത്ത് മിണ്ടില്ല. ലാബിലൊക്കെ ഐ സ്റ്റിൽ റിമെമ്പർ, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കും. എൻ്റെ ഗ്രൂപ്പിൽ ഒരു 7 പേരോ 8 പേരോ ഒക്കെ കാണും. ആരും എനിക്ക് റീഡിങ് പോലും കാണിച്ചു തരില്ല. ബട്ട് എനിക്കത് അപ്പം ഭയങ്കര ഹേർട്ടായി. പക്ഷെ ഞാൻ വീട്ടിൽ വിളിച്ചതൊക്കെ പറയുമ്പോൾ അമ്മ എന്നോട് പറയുന്നു, യു ഡിസേർവ് ദാറ്റ് മോളു, യു ഡിസേർവ് ദാറ്റ്. യു ഡിഡ് എ തിങ്. ഞാനൊരു കാര്യം ചെയ്ത് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത, അതിന് പനിഷ്മെന്റ് വേണ്ടേ? അങ്ങനെ എന്നെ വെറുതെ വിടാൻ പാടില്ലല്ലോ. സോ ഐ ഷുഡ് ബി പനിഷ്ഡ് ഫോർ വാട്ട് ഐ ഹാവ് ഡൺ. എന്നോട് ആരും മിണ്ടുന്നില്ല. സോ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിൽ ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഡെയിലി 1 hour എൻക്വയറി ഉണ്ടാകും. ഒരു ഇരുട്ട് മുറിയിൽ നമ്മളെ പിടിച്ചിരുത്തി ഇങ്ങനെ നമ്മളെ, അതെന്റെ സ്ട്രെസ്സിനെ കൂട്ടി. എനിക്ക് ഉറക്കമില്ലാതെയായി. എനിക്ക് എവിടെയും ഹോസ്റ്റലിൽ അഡ്മിഷൻസ് തരില്ല എന്ന് പറഞ്ഞു. കള്ളം പറഞ്ഞ് ഞാനൊരു വീട്ടിൽ നിന്നു. ആ വീട് ഇസ് എ ഹെവൻ ഫോർ മീ. കാരണം ആരും ഇല്ലായിരുന്നപ്പോൾ എനിക്ക് ഇച്ചിരി കിടക്കാൻ സ്ഥലം തന്നത് അവരാണ്. ആൻഡ് പിന്നെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ പോയത് പഠിക്കാനാണ്, നീ മെക്രാണിയാവാൻ പോയതല്ല. സോ ഗോ ഡു യുവർ വർക്ക് ആൻഡ് കം ബാക്ക്. അതിൽ കൂടുതലൊന്നും എനിക്കിപ്പോൾ ഉറപ്പായി എൻ്റെ ലൈഫിന് ഞാൻ ഉദ്ദേശിച്ച പോലെ എന്നുള്ളൊരു ലൈഫ് എനിക്ക് കോളേജിൽ കിട്ടില്ല. സോ ഞാൻ വന്നാൽ പഠിക്കാനാണ്. മെക്കാനിക്കൽ അത്രയും ഇഷ്ടമായിട്ട് പഠിക്കാൻ വന്ന ഞാൻ കണ്ടോണം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. രാവിലെ 5 മണിയാവും ഒന്ന് കണ്ണടയ്ക്കും, 7:30 എണീക്കണം, കോളേജിൽ വരണം. ക്ലാസ് ഇരുന്ന് ഞാൻ ഉറങ്ങും. ഐ സ്റ്റിൽ റിമെമ്പർ എൻ്റെ സാറുമാർ, അവരുടെ ഒന്നും പേര് ഞാനിപ്പോൾ എടുത്തു പറയും. എല്ലാവരും എന്നെ കാറിൽ കൊണ്ടുവിട്ടിട്ടുണ്ട് എൻ്റെ വീട്ടിൽ, എൻ്റെ സിറ്റുവേഷൻ കണ്ടിട്ട്. ആൻഡ് ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ സാറുമാർ ചോദിക്കും, ഇതിൻ്റെ 2 രാജ്യമാണ്, നിങ്ങൾ ഇവളോട് മിണ്ടില്ലേ? ദേ വുഡ് സേ, മിണ്ടില്ല സർ, ഞങ്ങൾക്ക് ഒറ്റ മെക്രാണിയേ ഉള്ളൂ. ഓക്കെ, പതിയെ കാര്യങ്ങൾ ശരിയാകുമെന്ന് ഞാൻ വിശ്വസിച്ചു. യു നോ വാട്ട്, നമുക്ക് കാര്യങ്ങൾ ശരിയാകണം, അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് നമ്മുടെ ലൈഫിൽ ചേഞ്ചസ്, ലൈഫ് സ്റ്റൈൽ വരണമെന്ന് നമ്മൾ വിചാരിച്ചാൽ ഗോഡ് വിൽ സെൻഡ് യു ബ്യൂട്ടിഫുൾ പീപ്പിൾ അറൗണ്ട് യു. മേ ബി അന്ന് എനിക്ക് എന്നെ തന്നെ കൺട്രോൾ വിടാൻ ഇരുന്നത് ബിക്കോസ് ഐ ഹാഡ് സം ബ്യൂട്ടിഫുൾ പീപ്പിൾ അറൗണ്ട് മീ. ഡു യു സീ ദ പീപ്പിൾ ഇൻ ദീസ് പിക്ചേഴ്സ്? ദേ ചേഞ്ച്ഡ് മൈ ലൈഫ്. ദേ ചേഞ്ച്ഡ് മൈ ലൈഫ്. ആ മിഡിൽ കാണുന്നതാണ് വിനോദ് സർ, എൻ്റെ ഫാക്കൽറ്റി അഡ്വൈസർ.
അത് ഞാൻ ആശുപത്രിയിൽ എന്നെ ഡിസ്ചാർജ് ചെയ്യുന്നതിന്റെ അന്ന് എന്റെ പപ്പ സാറിനോട് പറഞ്ഞു, സാർ ഞാൻ ഇവളെ കൊണ്ടുപോവാണ്, ഇവിടെ നിന്നാല് ഇവള് കുറെ കളിയാക്കലുകളും ശരിയാവില്ല, ഒരു പ്രൈവറ്റ് കോളേജിൽ ഏകദേശം അഡ്മിഷൻ ആയിട്ടുണ്ട്, ഞാൻ കൊണ്ടുപോവാണ്. പിന്നെ what he said, സാർ അത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഈ ടോക്കിന് തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. സാർ പറഞ്ഞു, സാറിന് വേണമെങ്കിൽ ആനെ ഇവിടെ നിന്ന് കൊണ്ടുപോവാം, പക്ഷെ എന്നും ആൻ ഒരു ബ്ലാക്ക് ലിസ്റ്റിൽ കിടക്കും. ഇങ്ങനെ പണ്ടൊരു കുട്ടി ഉണ്ടായിരുന്നു, അവൾ ഇങ്ങനെയൊക്കെ ചെയ്തു, അവള് ഇങ്ങനെ ഒരാളെ റാഗിട്ട് അവൾ ആശുപത്രി കിടന്നു എന്ന് പറഞ്ഞൊരു കളിയാക്കൽ പാത്രമായി ആനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്നാണ്. അതല്ല, ഇഫ് ഷീ ഈസ് റെഡി ടു ഫേസ് ലോൺലിനെസ്, ഈ ടീസിങ്സ്, കുറ്റപ്പെടുത്തലുകൾ എല്ലാം സഹിക്കണം, ഷീ ഈസ് ഏബിൾ ടു ഫേസ് ഓൾ ദോസ്, പ്ലീസ് അവളിവിടെ നിർത്തിയിട്ട് പോകണം, ഞങ്ങൾ നോക്കിക്കോളാം. വെറുതെ പറഞ്ഞല്ല, എന്നെ നോക്കുക തന്നെയായിരുന്നു അവർ ചെയ്തത്. എന്റെ പാരന്റ്സിന് എന്നെ ഇന്ന് ഇവിടെ വന്ന് കാണുകയോ വിളിക്കുക പോലും വേണ്ടി വന്നില്ല. ജോർജ് കുട്ടി സർ ആൻഡ് ദീസ് ടു വണ്ടർഫുൾ ലേഡീസ്, ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ രണ്ട്, ഒരുപാട് പേരുണ്ട് കേട്ടോ, ഇത്രയും പേര് മാത്രമൊന്നുമല്ല, ഒരുപാട് പേരുണ്ട്. ആതിര മാനസി നിങ്ങൾക്ക് അറിയായിരിക്കും, കുറെ പേരുണ്ട്, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നവർ ഇത്രയും പേരാണ്. ഇവർ തന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം that was incredible. You know something, at times our own light goes out and it is rekindled by somebody else. It is rekindled by a spark from another person, and we should have the deepest gratitude to those people who have rekindled the flame within us. അവരെയാണ് നിങ്ങളെ കാണുന്നത്, എൻ്റെ ഉള്ളിലെ ഫ്ലെയിം കത്തിച്ചത് ഇവരാണ്. സോ എന്നെ എപ്പോഴും ഞാൻ ബിലീവ് ചെയ്യുന്നു, what hurts you today will make you stronger tomorrow. It is very easy to stand in a crowd. പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കാൻ ഒരു പ്രത്യേക ധൈര്യം തന്നെ വേണം, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ. ഞാൻ വരും, എൻ്റെ കാര്യം നോക്കും, ഞാൻ വീട്ടിൽ പോകും. ഒരു എന്റർടൈൻമെന്റിനൊന്നും ഞാൻ നിന്നിട്ടില്ല. കോളേജ് ലൈഫ് എനിക്ക് നഷ്ടമായി, ഇനി ഞാൻ എന്തിനും ഇവിടെ നിൽക്കണം? ബിക്കോസ് എന്നോട് മിണ്ടാൻ ആൾക്ക് താല്പര്യമില്ല. ഫുഡ് കഴിക്കാൻ ഞാൻ ഇലക്ട്രോണിക്സ് ബ്ലോക്കിൽ പോകുമായിരുന്നു, താഴെ ഇറങ്ങി പോകുമായിരുന്നു, കറക്റ്റ് ആ സമയം ഞാൻ തിരിച്ചു വരുമായിരുന്നു. ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല, ബിക്കോസ് ഐ എം റെസ്പോൺസിബിൾ ഫോർ മൈ ലൈഫ്. ആൻഡ് ഐ വാണ്ട് ടു ടെൽ യു വൺ തിങ്. The season of loneliness and isolation is when a caterpillar gets its wings. Remember that every time when you become lonely. And things എല്ലാം മാറും over the years എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. സോ ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ചേച്ചി ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാകും? കാരണം നിങ്ങൾ ഈ ഒരു ഫേസ് ഒന്നും കണ്ടിട്ടില്ല, എന്നെ എപ്പോഴും ആരവങ്ങളുടെ ഇടയിൽ കണ്ടിട്ടുള്ളൂ അല്ലേ? ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒന്നും ചെയ്യണ്ട, വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി. ആരെടുത്തും നമ്മളെ പ്രൂവ് ചെയ്യാൻ പോകരുത്. അയ്യോ ഇങ്ങനെ സംഭവിച്ചു, എന്നോട് മിണ്ടണം, ഇതാണ് അന്ന് സംഭവിച്ചത്. കാരണം ആൾക്കാർ കേൾക്കുന്ന ഫേക്ക് സ്റ്റോറീസ് ആണ് അല്ലെ? ഒരാൾ പറഞ്ഞ് അടുത്ത ആൾ പറയുമ്പോൾ അതിൽ രണ്ട് കഥ കൂടും, വീണ്ടും പറയുമ്പോൾ അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വരും. നമുക്ക് എല്ലായിടത്തും ചെന്നിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. തിങ്സ് ടേക്ക് ടൈം. കുറച്ച് സമയം കൊടുത്താൽ മാത്രം മതി. പക്ഷെ ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് ടൈം, ലൈക്ക് 1 year ടൈം എടുത്തു. യു നോ എന്താണ് അവസാനം സംഭവിച്ചതെന്ന് ഞാൻ എന്നെ തന്നെ പ്രൂവ് ചെയ്യാൻ ആരുടെ പോകാത്തത് കൊണ്ടായിരിക്കാം മേ ബി. ആൻഡ് ഐ എം എ ഗേൾ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. എൻ്റെ കൂടെ ആരുമില്ലാത്ത സമയത്ത് നിന്നവരെ ഞാനിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ഗേൾ ആണ്. ഐ ഹാവ് ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് പീപ്പിൾ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം മേ ബി. യു വാണ്ട് ടു സീ വാട്ട് ഹാപ്പൻഡ്? മൈ ലൈഫ് ടുക്ക് എ ബ്യൂട്ടിഫുൾ ടേൺ. ഡു യു സീ ദറ്റ് people in the pictures? Do you see the life in those pictures? They are my happiness pill, my happiness too. I'm so lucky to have them in my life. എന്നെ കുറ്റപ്പെടുത്തിയവർ, കളിയാക്കിയവർ, എന്നോട് മിണ്ടാൻ അറച്ചവർ, ലാബിൽ എനിക്കൊരു റീഡിംഗ് പോലും കാണിച്ചു തരാത്തവർ, ഞാനില്ലാതെ ലാബില് റീഡിംഗ് ഇല്ലാതെ കയറി ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ ആൻ വേണമെന്നായി. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ഞാൻ എപ്പോഴും ആലോചിക്കും, ഞാൻ എന്തിനീ മണ്ടത്തരങ്ങളൊക്കെ ചെയ്തു? ദൈവം നിങ്ങൾ ആരും ഇങ്ങനെ ഒന്നും ചെയ്യരുത്. ആൻഡ് അത് ചീറ്റിയും പോയി. ആൻഡ് വായിൽ ട്യൂബും ഇട്ട്, യൂറിനറി ഇതിൽ ട്യൂബും ഇട്ട്, അത് കിടക്കുന്ന അത്ര സുഖമുള്ള കാര്യമല്ല. പെയിൻ കാരണം ഐ വാസ് റെസ്റ്റ്ലെസ്, ഐ വാസ് സ്ക്രീനിങ് ലൈക്ക് എനിത്തിങ്. ആ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒരിക്കലും ഞാനങ്ങനെ ഒരിക്കലും അത് ചിന്തിക്കുക കൂടിയില്ല. പക്ഷെ ഈ ഒരു ആരവമൊക്കെ എനിക്ക് തിരിച്ചെങ്ങനെ കിട്ടിയെന്ന് ഐ ഡോണ്ട് നോ. താങ്ക്സ് ടു ഹെവൻസ്. ഇവരെന്ന് പറഞ്ഞ ഇപ്പോ എനിക്ക് ഇവരേത് സമയത്ത് ഇപ്പോഴും വിളിച്ച ഓടി വരുന്ന എനിക്കൊരു ഇതുണ്ട്. അവർക്കും അങ്ങനെയാണ് എന്നെ പറ്റി. വി ഹാഡ് എ വെരി ബ്യൂട്ടിഫുൾ ടൈം. ലിറ്ററലി എന്റെ ബ്രദേഴ്സ് തന്നെയാണ് അവർ. ഇതിനകത്ത് ജൂനിയേഴ്സും സീനിയേഴ്സും പെൺകുട്ടികളും ആൺകുട്ടികളും ഫാക്കൽറ്റീസ് എല്ലാം പെടും കേട്ടോ. കുറെ ഇഷ്ടമുള്ള ഫോട്ടോഗ്രാഫ്സ് ഞാൻ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ആൻഡ്
അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഐ ഗോട്ട് എൻ അച്ചീവ്മെന്റ്. ഇത് വലിയ സംഭവമൊന്നുമല്ല, ഭയങ്കര സംഭവമായിട്ടൊന്നും എടുക്കണ്ട. പക്ഷെ ഫോർ മീ ഇറ്റ് വാസ് എൻ അച്ചീവ്മെന്റ്. കാരണം ഞാനത് എക്സ്പെക്ട് ചെയ്തതല്ല. ഈ ഒരു എന്താ പറയാ, ആ ഒരു അച്ചീവ്മെന്റ് എനിക്ക് കിട്ടിയപ്പോൾ എൻ്റെ കണ്ണിങ്ങനെ ഞാൻ കരയുമായിരുന്നു. കാരണം am I eligible? എനിക്കിത് കിട്ടേണ്ടതാണോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിപ്പോയൊരു ഒരു സംഭവമാണ്. അത് ഈ ഫോട്ടോയിൽ കാണുന്ന കുറച്ച് പേര് എൻ്റെ കൂടെ ലൈഫിൽ ഉള്ളതുകൊണ്ടായിരിക്കാം. They are my treasure, literally. And this is that achievement. You know why I got this? I turned my wounds to the path of wisdom. Wounds and a path towards wisdom. ഈ ഒരു പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ ആ ഹോളിൽ പോലും ഇല്ല. എന്നെ ഒരു പെൺകുട്ടി വിളിച്ച്, ചേച്ചി എന്ത് ഇവിടെ ഇരിക്കണം, അവിടെ പോയി ഇരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ആൻഡ് ഫസ്റ്റ് അനൗൺസ് ചെയ്തു ഒരു പ്രൈസാണ് എല്ലാ വർഷവും അങ്ങനെ ഉണ്ടാവാറ്. When they said that I am the runner-up, I started crying so badly. ഞാൻ കരഞ്ഞുകൊണ്ടാണ് അത് പോയി മേടിക്കുന്നത്. കാരണം ഇത് കാണാൻ എൻ്റെ അപ്പയും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിപ്പോയി. You know why? ഞാൻ ഈ ആശുപത്രി കിടക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ ഈ ട്യൂബൊക്കെ ഇട്ട് കിടക്കുന്നത്, ഞാൻ ഈ എണീറ്റ് നിന്ന് കരയുവാണ്. ആ കറക്റ്റ് ടൈമിൽ എൻ്റെ പപ്പ എൻ്റെ റൂമിലോട്ട് കയറി വരുന്നത്. എന്നെ കണ്ടിട്ട് ഹി സ്റ്റാർട്ടഡ് ക്രൈങ്. വലിയ കൊടവയറൊക്കെ ഉള്ള ഒരു മനുഷ്യൻ നിന്ന് കരയുന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ആൻഡ് ഐ ക്ലോസ്ഡ് മൈ ഐസ് ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു സീ ദാറ്റ്. എൻ്റെ അവസ്ഥ കണ്ടിട്ട് പപ്പ സ്റ്റാർട്ടഡ് ക്രൈങ് ആൻഡ് ഹി വാസ് അബൌട്ട് ടു ഫോൾ. ഞാൻ എൻ്റെ പാരൻസിനെ കരയിപ്പിച്ചു, വിച്ച് ഐ ഷുഡ് നോട്ട് ഡു. ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു തണ്ടും തടിയുമായിട്ട് ഇരിക്കുന്നത് അവർ തന്ന ഭക്ഷണം അവരെന്നെ നോക്കിയത് കൊണ്ടാണ്. ആ ജീവിതമാണ് ഞാൻ എടുക്കാൻ ശ്രമിച്ചത്. ഞാനത് ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. ഐ ഫെൽറ്റ് അഷെയിംഡ്. എനിക്കിനി അവരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അന്ന് ഞാൻ ഡിസൈഡ് ചെയ്തതാണ്, എൻ്റെ പാരൻസിനെ എനിക്ക് പ്രൗഡ് ആക്കണം. എൻ്റെ ജീവിതത്തിലെ മിഷൻ എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ മേക്ക് ദം പ്രൗഡ്, അത്രേ ഉള്ളൂ. ബിക്കോസ് ഐ മേക്ക് ദം ക്രൈ. എനിക്ക് അവരെ പ്രൗഡ് ആക്കണം. ദാറ്റ് ഈസ് ദ ഫ്യൂവൽ ടു മൈ ഫയർ. എന്ത് കാര്യം ചെയ്യുമ്പോഴും എൻ്റെ ഫയർ അതാണ്. സോ ഇത് വാങ്ങിച്ചപ്പോൾ എനിക്ക് പപ്പയും അമ്മേൻ്റെ മുഖമാണ് ഓർമ്മ വന്നത്. അവരെന്നെ ICUവിൽ കണ്ട ഒരു മുഖം. അവരത് കാണാനില്ലാത്തതിൽ ഒരു ചെറിയ സങ്കടമുണ്ട്. അവരവിടെ ഉണ്ടായിരുന്നെങ്കിൽ they would have been very happy. ഇത് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം കൊണ്ടുകൂടിയത് വീട്ടിലോട്ടാണ്. ബിക്കോസ് അവരും ഇത് അറിഞ്ഞില്ല, പതുക്കെയാണ് അവരും അറിഞ്ഞത്. ഞാൻ എൻ്റെ പപ്പയും അമ്മയല്ല ആദ്യം വിളിച്ചത്. കാരണം ഇവരെനിക്ക് എൻ്റെ സാറുമാരെ ആദ്യം ഇത് കാണിക്കുക എന്നുള്ളതാണ്. They were extremely happy and I was feeling so proud about myself. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ ഒരു ഒറ്റപ്പെടലിനും എല്ലാം കഴിഞ്ഞിട്ട് ഒരു മഴ കഴിഞ്ഞിട്ട് മഴവില്ലൊക്കെ വന്ന് തെളിഞ്ഞ ആകാശം ഫീൽ ഇല്ലേ, അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നിട്ടും തീർന്നില്ല. There were a lot of problems after that, but that's okay. അതൊക്കെ എൻ്റെ മണ്ടത്തരങ്ങളിൽ നിന്നൊക്കെ സംഭവിച്ചതാണ് കുറേയൊക്കെ. സോ പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഒറ്റയ്ക്കേ ഉള്ളൂ നമ്മൾ. ഇപ്പൊ എല്ലാവരും ഈ പറയുന്ന എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദേ ആർ മൈ സപ്പോർട്ട് സിസ്റ്റം. പക്ഷെ ഓടേണ്ടത് ഞാൻ തന്നെയാണ്. നമ്മൾ എന്നും ഒറ്റയ്ക്കാണ്, എന്നും നമ്മൾ ഒറ്റയ്ക്കാണ്. എല്ലാവരും കൂടെ ഉണ്ടാകും, പക്ഷെ ബാറ്റിൽ ഫൈറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ്. സോ ഇതിന് മുമ്പ് എനിക്ക് ഒറ്റയ്ക്കാകാൻ ഇപ്പൊ ഒരു പേടിയില്ല. സത്യം, എനിക്കിപ്പോ ആരെന്നെ കളഞ്ഞിട്ട് പോയാലും ഒറ്റയ്ക്കായാലും എന്നെ ഒന്നും തെറ്റ് ചെയ്യാറില്ല. ഐ ഡോണ്ട് നോ വൈ. എൻ്റെ മനസ്സിപ്പോൾ അങ്ങനെയായി. So let me put a full stop there. Let me go to the third phase, which is the most challenging one, being the first ever captain of TDC Mace 2019. എൻ്റെ ഒരു പ്രത്യേകത, അതൊരു മോശമാണോ അതൊരു പോസിറ്റീവ് കാര്യമാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരിക്കലും നോ കിട്ടില്ല. എന്നെ അറിയാവുന്നവർക്കറിയാം. എന്നോട് എന്ത് ചോദിച്ചാലും എനിക്ക് യെസ് ഉള്ളൂ. യെസ് ഐ കൻ ഡു ഇറ്റ്. ചെയ്യാലോ, പിന്നെന്താ ചെയ്യാലോ. അതുപോലെയാണ് എനിക്ക് ക്യാപ്റ്റൻ ആവുന്നത്. ഞാൻ എന്നോട് പറഞ്ഞു, ഒരു റിസ്കി ബിസിനസ് ആനെ ഏൽപ്പിക്കുകയാണ് ക്യാപ്റ്റൻ TDCയുടെ. ഞാൻ TDC ഓക്കെ, ട്രാക്ടർ ഡിസൈൻ കോമ്പറ്റീഷൻ. എനിക്ക് ഒരു ഐഡിയയും ഇല്ല. ആൻഡ് ദേ സെഡ് ഇതിനു മുമ്പ് 2 പ്രാവശ്യവും ആൺകുട്ടികൾ ക്യാപ്റ്റനായിട്ട് വന്ന് നടക്കാത്ത കാര്യമാണ്. ഇറ്റ് ഈസ് എ ലിറ്റിൽ ബിറ്റ് റിസ്കി. ഐ സെഡ് ഓക്കെ. അതിന് ഞാൻ റിപ്ലൈ കൊടുക്കേണ്ട കാര്യമില്ല. ബിക്കോസ് നമ്മൾ ചെയ്ത് കാണിക്കുക. നമ്മൾ പറഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാനൊന്നും മിണ്ടിയില്ല. നെവർ സേ നോ എന്ന് പറയാൻ കാരണം ഒരു ഇൻസിഡന്റ് ഞാൻ പറയാം. ഇതിന്റെ തുടക്കം എവിടെയാന്നുള്ളത് നിങ്ങൾക്കറിയാലോ. ഒരു പൈസ വേണം, നല്ല എമൗണ്ട് വേണം ഇത് ചെയ്തെടുക്കണമെങ്കിൽ. ഞങ്ങളുടെ കയ്യിൽ സ്ക്രാച്ച് എന്ന് പറയാൻ ഒന്നുമില്ല. ഒരു തടിക്കഷ്ടം പോലും കാണിക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല. നമുക്ക് പൈസ വേണം. ഞാനും
ജോർജ് കുട്ടി സാർ ഒരു ഡ്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കി, കുറച്ച് ബില്ലൊക്കെ സെറ്റ് ചെയ്ത് ഒരു എസ്റ്റിമേറ്റ് ഇട്ടിട്ട് റെസ്പെക്റ്റഡ് വിനി സാറിന്റെ അടുത്ത് പോയി. വിനി സാറിന് ഞങ്ങൾക്കറിയാം. സാറിന്റെ അടുത്ത് ഞങ്ങൾ ചെന്നു. സാർ രണ്ട് ക്വസ്റ്റ്യൻ ആണ് എന്നോട് ചോദിച്ചത്. ഹി വാസ് ബിസി വിത്ത് സം അതർ തിങ്. ഞാൻ കാര്യം പറഞ്ഞു ഇതിനാണ് വന്നത്. സോ സെഡ് ഐ ഹാവ് 2 questions, sir. Just 2 questions. Question number 1. Will you be able to complete this tractor within the stipulated time? I said yes. ഉള്ളില് ഒരു ഉറപ്പുമില്ല. I said a confident yes. George Kutti sir said a confident yes. Second question. ഈ ട്രാക്ടർ നമ്മുടെ കോളേജിൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഒരു ട്രാക്ടർ ഉണ്ട്, അത് പഴയതായി തുടങ്ങി. ഡു യു തിങ്ക് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? I said yes sir. ഉള്ളിൽ ഞാൻ എങ്ങനെ ഉപയോഗിക്കാനാണ്, ഇതാണ് എൻ്റെ ഉള്ളില്. ബട്ട് ഐ സെഡ് എ കോൺഫിഡന്റ് യെസ്. ജോർജ് കുട്ടി സർ വാസ് ലൈക്ക് ഉറപ്പായിട്ടും സർ സാങ്ഷൻഡ് 1 lakh. വി വേ ലൈക്ക് ഇത്ര എളുപ്പമായിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഞാൻ സാറും കൂടെ വാട്ട് ഈ എക്സ്പ്രഷൻ ആയിരുന്നു. അത് ഞങ്ങൾക്കൊരു ബൂസ്റ്റായി. ഇത് നമ്മൾ കാര്യം ചെയ്യണം. കാരണം എപ്പോൾ വലിയ സാർ ഇതുവഴി പോയാലും എന്നെ പിടിച്ചു നിർത്തി ചോദിക്കും ഞാൻ എന്തായി. സോ എനിക്കിതൊരു ബൂസ്റ്റായി. എങ്ങനെയെങ്കിലും ഇത് ഒരു കാര്യം നമ്മൾ ഏൽപ്പിച്ച ഓടുകയോ ഇല്ലയോ ട്രാക്ടർ, അത് ഫിനിഷ് ചെയ്യണം. അതൊരു ഫയറായി എനിക്ക്. നിങ്ങൾക്കറിയാം ഫൈനൽ ഇയർ ആകുമ്പോൾ പ്രൊജക്ട് തിരക്കുകൾ നമുക്ക് പറ്റുന്നില്ലായിരുന്നു. എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ ടൈം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു ബേസിക് ചാസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ദ ബേസിക് ഫ്രെയിം വർക്ക് ഓഫ് എ വെഹിക്കിൾ, ഏറ്റവും താഴത്തെ പോർഷൻ ഒരു അയൺ കൊണ്ട് നമ്മളത് ചെയ്തു, അത് അടിച്ചിട്ടു. പക്ഷെ എൻ്റെ മെഷർമെന്റ്സ് ഒക്കെ പൊട്ടത്തെറ്റായിരുന്നു, പിന്നെ മാറ്റേണ്ടി വന്നു. അതിങ്ങനെ ലാബിൽ കിടക്കുക കേട്ടോ. യു സീ ദാറ്റ് പിക്ചർ ദേ? ഒരു അയൺ കഷ്ണം തുരുമ്പിച്ചു തുടങ്ങിയത്. എവറിബഡി ലാബിലെ എല്ലാ സാറുമാരും ഫാക്കൽറ്റീസും, ഞാനിത് നടക്കുന്ന കേസല്ല. ബിടെക് നോളജ് വെച്ചൊരു ട്രാക്ടർ നടക്കില്ല. ഈ പിള്ളേരെ കൊണ്ട് എന്ത് ചെയ്യാനാണ്? ഞാനത് ഇനിയിപ്പോ പാസ് ഔട്ട് ആവുക 1 മാസം പോലും ഇല്ല. ഒരു ട്രാക്ടർ 1 മാസം കൊണ്ടോ? ഇംപോസിബിൾ ആണ്. ഞാൻ എല്ലാം കേട്ടു. ഒരു കാര്യം ഞാൻ ഏറ്റുപോയി. പഴയ പോലെ ഇതിങ്ങനെ നിർത്താതെ പോയി ഒരു പ്രൊജക്റ്റ് ഒന്ന് കേൾപ്പിക്കാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. കാരണം ടു ബി ഫ്രാങ്ക്, ഐ എം നോട്ട് ടെക്നിക്കലി സൗണ്ട്. So I need a very good team, right? Do you see the dread beast there? It happened, ladies, it happened. എങ്ങനെയാണ് ഞങ്ങളോട് ചോദിക്കരുത്. ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല അതെങ്ങനെ സംഭവിച്ചതെന്ന്. ഇറ്റ് ഹാപ്പൻഡ്. കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ടും 2 മാസം ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നത്. ബോയ്സിനൊക്കെ സ്റ്റേ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം പാസ് ഔട്ട് ആയിട്ട് ഏത് ഹോസ്റ്റലിൽ കിട്ടാൻ. ദേ സ്ട്രഗിൾഡ് എ ലോട്ട്. ഫുഡിന് വേണ്ടിയും പലതും. അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. ആൻഡ് ഇതൊന്ന് ഓടിക്കാണുക എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു. ഇത് ഓടുവോ, സ്റ്റാർട്ട് ആവുമോ, എങ്ങനെ ഇരിക്കും? Do you want to see what happened, ladies? I'm excited to show that. I want to tell you something. Stop wishing and start doing. Please start doing. പിന്നത്തേക്ക് എന്ന് വെക്കരുത്. നമുക്ക് ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ എന്തെങ്കിലും ഒന്ന് തുടങ്ങുക, എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. It will give you results, ladies. It will give you results. And I want to show you something. Please watch it. Did you see that happy face of mine? വെയിലത്ത് കരിഞ്ഞുണങ്ങിയിരിക്കുക. എനിക്കതൊന്നും ഒരു ബാധകമേ അല്ലായിരുന്നു. All of this for the entire team. എനിക്കൊരു ടീം ഇല്ലായിരുന്നെങ്കിൽ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ബിഫോർ ഐ മൂവ് ഓൺ ടു ദാറ്റ്, എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത്രയും ആൺകുട്ടികളുടെ കൂടെ ഒറ്റ പെൺകുട്ടി എങ്ങനെ? ആ ഒരു ക്വസ്റ്റ്യനെ അബ്സേർഡ് ആണ്. ബട്ട് ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. Being the only girl.
നമ്മളൊരു ടെക്നോളജി കോൺഫറൻസ് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ട് എന്തിനു പോയാലും ഇഫ് യു ഹാവ് നോട്ടിസ്ഡ് വളരെ കുറച്ച് പെൺകുട്ടികളെ കാണും. ഇപ്പോൾ എഞ്ചിനീയറിംഗ് സൈഡിൽ ഒരുപാട് പെൺകുട്ടികൾ വരുന്നുണ്ട്, പക്ഷെ ഇനീഷ്യേറ്റീവ്സിലോട്ട് യു സി എ വെരി ഹാൻഡ്ഫുൾ ഓഫ് വുമനെ മാത്രമേ നമ്മൾ കാണൂ. ബട്ട് ഐ വോണ്ട് ടു ടെൽ യു ദാറ്റ് ടേക്ക് ഇറ്റ് ആസ് എ ബ്ലെസ്സിങ്. പക്ഷെ നമ്മൾ അതിൽ അഹങ്കരിക്കാൻ പാടില്ല. Take it as a blessing because you're getting noticed. People tend to remember you as you're the only woman in that room. നമ്മൾ ആ പറഞ്ഞ പെൺകുട്ടി who said that she was a woman and she was a woman engineer. അത് പറയാൻ കാരണം ഞാൻ ട്രാക്ടർ ഡിസൈൻ കോമ്പറ്റീഷന് പോയപ്പോൾ അതെനിക്കൊരു അച്ചീവ്മെന്റ് ആണ്. ഞാൻ ഇതൊക്കെ എഴുതി വെച്ച് നോട്ട് ചെയ്ത് വെക്കും. പിന്നെ ഞാൻ ഡൗൺ ആകുമ്പോൾ ഇതെടുത്തങ്ങ് വായിച്ചാൽ മതി. ഞങ്ങളുടെ ടീമിന്റെ പേര് കർഷിത്ര എന്നാണ്, ടീം കർഷിത്ര. ഞങ്ങൾ പറയുന്നത് ടീം വിത്ത് ദ ലേഡി ക്യാപ്റ്റൻ എന്നാണ്. ഡു യു തിങ്ക് ദാറ്റ് ഇസ് എ സ്മോൾ അച്ചീവ്മെന്റ് ഫോർ മീ? അവിടെ ഒരുപാട് പെൺകുട്ടികൾ വന്നു, പക്ഷെ ബീങ് ദ ക്യാപ്റ്റൻ ഓഫ് എ ടീം ആരും ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഞാൻ വിചാരിച്ചൊരു കാര്യമുണ്ട്, വാട്ട് ഇഫ് ഒരു ഫുൾ ടീം ഓഫ് ഗേൾസ് കമ്മിങ് ഫോർ എ കോമ്പറ്റീഷൻ, സോ ദി എൻറ്റയർ ഫോക്കസ് ആ ടീമിലായിരിക്കും. ഡൂയിങ് ദ ഡിസൈൻ, ബീങ് ദ ഡ്രൈവർ, പ്രൊഡക്ഷൻ, whatever, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുമോ, സ്റ്റിയറിംഗ്, ഡിസൈനിങ്, whatever, എൻജിൻ കമ്പോണൻസ്, റേഡിയേറ്റർ, എല്ലാ കാര്യങ്ങളും ഒരു the only exclusive women team coming, wow, it's giving me goosebumps. That is going to happen very soon. അതിന്റെ ഒരു വലിയ എക്സാമ്പിൾ ആണ് ഇത്രയും പെൺകുട്ടികൾ ഇവിടെ വന്നിരിക്കുന്നത്. ഐ എം ഓസ്ട്രക്ക്. നമ്മളെ കൊണ്ട് സാധിക്കും. വൈകിട്ടില്ല. ഞാൻ തുടങ്ങിയത് 4th ഇയർ കഴിഞ്ഞിട്ടാണ്. നിങ്ങളുടെയൊക്കെ കറക്റ്റ് ടൈമാണ്. ഡു ഇറ്റ് ലേഡീസ്, ഡു ഇറ്റ്. പ്ലീസ് സ്റ്റെപ്പ് ഔട്ട് ഓഫ് ലൈൻ. ഒരു ഓർഡിനറി ലൈൻ വരച്ചിട്ടുണ്ട് അല്ലേ പഴയ ആൾക്കാർ. പ്ലീസ് കം ഔട്ട് ഓഫ് ദാറ്റ്. ടേക്ക് ഇനീഷ്യേറ്റീവ്. അത് എളുപ്പമാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത്ര ടഫ് അല്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കും, അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ച് ഹിൻഡ്രൻസസ് വരും. അവൾ ഒറ്റ പെൺകുട്ടി, അവള് അങ്ങനെ ഇങ്ങനെ സൊസൈറ്റി കുറച്ച് ഇങ്ങനെ നെഗറ്റീവ് ഇത് വരാൻ തുടങ്ങി. ഞാൻ ഒരിക്കലും സൊസൈറ്റിയെ ബ്ലെയിം ചെയ്യില്ല. നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും നമ്മളാണ് റെസ്പോൺസിബിൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർ വല്ലാതെ മുഖം വയ്ക്കുന്നത്? വെൻ യു ആർ ദ ഓൺലി ഗേൾ. ആൻഡ് ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ്. നമുക്ക് കുറച്ച് ബാഡ് മെന്റൽ ഹാബിറ്റ്സ് ഉണ്ട്, സം നെഗറ്റീവ് തിങ്സ്. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ബി എ ഡിഗ്നിഫൈഡ് വുമൻ. നമ്മുടെ ക്വാളിറ്റി, നമ്മളൊരു പെൺകുട്ടിയാന്നുള്ളത് എന്നും നമ്മൾക്കൊരു അഭിമാനമായിട്ട് നിങ്ങൾ കാര്യങ്ങളോട് ചെയ്യണം. ആസ് ഇൻ ബിൽഡ് എ ട്രസ്റ്റ്. വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ, കുറെ ആൺകുട്ടികളുടെ കൂടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കുറെ പേരെ കാണുമ്പോൾ നമ്മളെ തന്നെ മറന്നു പോകരുത്. കുറച്ചുകൂടി ഇൻഫോർമലായി പറഞ്ഞാൽ, ചിരിച്ചു കാണിക്കുന്നവരോട് നമ്മൾ ചിരിച്ചുകൊണ്ട് പോകരുത്. ബി എ വുമൻ ഓഫ് ഡിഗ്നിറ്റി. ചിലപ്പോൾ നമുക്ക് അഹങ്കാരി എന്ന പേര് വരാം, നമ്മൾ ഭയങ്കര റഫാണെന്ന പേര് വരാം, പക്ഷെ ഒരിക്കലും നമുക്ക് ചീത്തപ്പേരുണ്ടാവില്ല. ട്രസ്റ്റ് മീ. ബി ലൈക്ക് എ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ. നമ്മൾ പിടിക്കാൻ പോയാൽ പിടിക്കാൻ പറ്റുമോ? പറന്നു പോകും അല്ലേ? ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ബി ലൈക്ക് എ ബട്ടർഫ്ലൈ. നമ്മൾ ഒന്നിനും നിന്ന് കൊടുക്കരുത്. നമ്മൾ സിറ്റുവേഷൻസിന് അഡ്വാൻറ്റേജ് എടുക്കരുത്. അതായത് ഞാനിപ്പോൾ ഒരു 10, 11, 12 മണി വരെ ലാബിൽ നിന്നാലും ആരോടൊന്നും പീറ്റ് ചെയ്യില്ല. ആർക്കും ട്രസ്റ്റ് ഇഷ്യൂസ് ഇല്ല. കാരണം ഞാനൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ട് അവിടെ. നമുക്കൊക്കെ സംഭവിക്കുന്നത് അവിടെയാണ് അല്ലേ? നമ്മളെ വിടാൻ പേടിയാണ്. എൻ്റെ പാരൻസിനൊന്നും ഒരു പേടിയില്ല. വൈ? ഞാനൊരു ട്രസ്റ്റ് അവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. വിച്ച് ഇസ് നോട്ട് ദാറ്റ് ഈസി. ഡു ദാറ്റ്. ആൻഡ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വി ആർ നോട്ട് ഡിഫൈൻഡ് ബൈ വാട്ട് സംബഡി ടെൽസ് അബൌട്ട് യു. നമ്മുടെ എന്ന കോൺഫിഡൻസിൽ നമുക്ക് തോന്നുന്നതാണ്. ഒരു പേഴ്സണൽ ഫുൾഫിൽമെന്റ് വേണം. We should have a personal fulfillment and always say, I can do it. And we should be allowed to do it. That is very important. എപ്പോഴാണ് allowed to do it ആവുന്നതെന്ന് അറിയോ? നമ്മൾ എടുത്ത് മുമ്പിലോട്ട് ഇറങ്ങുമ്പോഴാണ്. ആരും നിങ്ങളെ വന്ന് വിളിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് തോന്നും, എന്നാലും അവളെന്നെ വിളിച്ചില്ലല്ലോ. ഒരാളും വരില്ല. നമ്മൾ തന്നെ ഇറങ്ങണം. നമ്മൾ ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് ഈ പറച്ചിലൊന്നും ഉണ്ടാവില്ല. ഷീ ക്യാൻ ഡു ഇറ്റ്, അവൾ ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങുമ്പോൾ ഈ നെഗറ്റീവ് ടോക്സ് ഒക്കെ പതിയെ അങ്ങ് ഫീഡ് ആവും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഇതിലോട്ട് ഇറങ്ങിയപ്പോൾ എന്നൊരു സാറ് വിളിച്ചിട്ട് പേഴ്സണലി സംസാരിച്ചു. ഞാൻ ഒട്ടും സാറിന് എക്സ്പെക്ട് ചെയ്തതല്ല. യു നോ വാട്ട് ഹി സെഡ്? ആൻഡ് യു ആർ ദ ഓൺലി പേഴ്സൺ ഇൻ ദാറ്റ് ടീം ഓഫ് 25 men. ശരിയാവില്ല. കോമ്പറ്റീഷൻ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കണം, സ്റ്റേ ലാബില് ഒറ്റയ്ക്ക് ഇത്രയും ബോയ്സിനോട് ഇല്ല, പറ്റില്ല. ആൻഡ് കുറച്ച് ഗേൾസിനെയും കൂടെ കണ്ടുപിടിക്കും. ഓൾറെഡി രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞു.
You know what I said? So I am here to make a tractor, not anything else. I think that was a little bit rude. Sir, okay, and bye എന്ന് പറഞ്ഞ് സാർ ഇറങ്ങിപ്പോയി സ്റ്റാഫ് റൂമിൽ. I felt sorry. പക്ഷെ അതിനപ്പുറം നല്ലൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഉണ്ടോ? അതല്ലേ പെർഫെക്റ്റ് റിപ്ലൈ. സാറിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് സംബഡി എല്ലാവരും അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ടായിരിക്കാം. സോ വാട്ട് ഐ വോണ്ട് ടു ടെൽ യു ഇസ് പ്ലീസ് ഡോണ്ട് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദി സിറ്റുവേഷൻ. ഞങ്ങൾക്കൊക്കെ ലാബ് ഒന്ന് തുറന്നു കിട്ടാൻ എത്ര പെർമിഷൻ എടുക്കണം എന്നറിയോ? നിങ്ങൾക്ക് ഇനി അതിൻ്റെ ഒന്നും ഒരു ആവശ്യം വരാൻ പോകുന്നില്ല. 24/7 ലാബ് ഓപ്പൺ ആവാൻ പോവാണ്. നിങ്ങൾക്ക് ഒരു ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണ്. നിങ്ങൾക്ക് മിങ്കിൾ ചെയ്യാൻ ടൈം കിട്ടുവാണ്. പ്ലീസ് ഡോണ്ട് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദി സിറ്റുവേഷൻസ്. ബി എ വുമൻ ഓഫ് ഡിഗ്നിറ്റി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബി എ ഫിനോമിനൽ വുമൻ. ഒരു സാധാ പെൺകുട്ടിയല്ല, നിങ്ങളൊരു ഫിനോമിനൽ വുമൻ. ഇറസ്പെക്റ്റീവ് ഓഫ് ബ്രാഞ്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങളായിട്ട് ഒരു മെക്കറാണി ആയാൽ ഇതൊക്കെ എളുപ്പമാണ്, ഞങ്ങളെ പോലെയുള്ള ബ്രാഞ്ചുകാർക്ക് അത് എളുപ്പമല്ല. അതൊക്കെ അബ്സിഡിറ്റിയാണ്. എവറി ഗേൾ ഇസ് എ മെക്കറാണി. ഞാൻ എൻ്റെ റൂംമേറ്റ്സിനോട് പറയുന്നത്, അവരെപ്പോഴും പറയും നീ മെക്കായിട്ട് നിനക്ക് ഇതൊക്കെ പറ്റുന്നത്. ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ പറ്റുന്നത്, അത്രയേ ഉള്ളൂ. ആൻഡ് ഒരു കാര്യം കൂടെ, നമ്മളെ റീപ്ലേസ് ചെയ്യാൻ ആരും ഉണ്ടാവാൻ പാടില്ല. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഫിലിം ഇൻഡസ്ട്രി എടുത്താൽ മോഹൻലാല് ഇത്ര കോടി പറയുകയാണ് ഒരു സിനിമയ്ക്ക്, മിണ്ടാതെ ഡയറക്ടർ ആ പൈസ കൊടുക്കും, ആണോ അല്ലയോ? ആ സ്ഥാനത്ത് ഒരു പെണ്ണാണ് പറയുന്നെങ്കിലോ, ദേ ഹാവ് ഓൾട്ടർനേറ്റീവ്സ്. ഓക്കെ, നീ പോയെങ്കിൽ അടുത്ത ആളെ ഞങ്ങൾ വെക്കും. പൈസ നമ്മളെ റീപ്ലേസ് ചെയ്യാൻ ആരുണ്ടാകാൻ പാടില്ല. വി ഷുഡ് ബി ഇർറിപ്ലേസബിൾ. നമുക്കൊരു പകരക്കാരനോ പകരക്കാരിയോ വരരുത്. അപ്പോഴാണ് നമ്മൾ എക്സെപ്ഷണൽ ആവുന്നത്, ഫിനോമിനൽ ആവുന്നത്. അതിന് നമ്മൾ ചെയ്യാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യരുത്. ക്രെഡിറ്റ്സിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഒന്നും നമ്മൾ ഇങ്ങോട്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ചെയ്യരുത്. ചെയ്താൽ നമുക്ക് ഒന്നും കിട്ടില്ല. എൻ്റെ ലൈഫ് എന്നെ പഠിപ്പിച്ചൊരു കാര്യം. നമ്മൾ അങ്ങ് ചെയ്യാം, ബാക്കിയൊക്കെ വരണ വഴി. കൂടുതൽ ഞാൻ അതിൽ പറയുന്നില്ല. ആൻഡ് മൂവിങ് ഓവർ, യു സീ ദറ്റ് ബോയ് സ്റ്റാൻഡിങ് ദയർ വിത്ത് മീ ഷോൾഡർ ടു ഷോൾഡർ. ഇതായിരുന്നു എൻ്റെ TDC ടീം. ഇതിൽ കുറച്ച് പേർക്ക് മിസ്സിംഗ് ആണ്. എല്ലാവരും കോമ്പറ്റീഷൻ വരാൻ പറ്റിയില്ല. ഫൈനലിയേഴ്സിനൊക്കെ പ്ലേസ്മെന്റ് ആയി. ഐ വോണ്ട് ടു ടെൽ യു സംതിങ്. എന്തുകൊണ്ട് ഞാൻ ഈ ട്രാക്ടർ ഫിനിഷ് ചെയ്തു? ഞാൻ പറഞ്ഞു, ഐ എം നോട്ട് ടെക്നിക്കലി സൗണ്ട്. അപ്പൊ എനിക്ക് നല്ലൊരു ടീം വേണം. ഈ നിൽക്കുന്ന 25 പേർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈഗോ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, 3 വാക്കുള്ള EGO. ഇത് പുറത്തെടുത്ത് വെച്ചിട്ടാണ് ഇവർ TDCയിലോട്ട് നടന്നു വരുന്നത്. ഞാൻ എത്ര വഴക്ക് പറഞ്ഞാലും, ഞാൻ ഇൻസൾട്ട് ചെയ്യാറുണ്ട് ഇവരെ. ഞാൻ കുറച്ച് ഓവർ സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാൻ ഈ മീറ്റിംഗ് ഒക്കെ ഇപ്പൊ 4 മണിക്ക് വെച്ചിട്ട് 4:01 4:05 തീർന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഫയർ ചെയ്യാറ്. എന്റെ ബാച്ച്മേറ്റ്സിനെ പോലും ഞാൻ വഴക്ക് പറയാറ്. അവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ഇവൾ എന്തുവാണ് ഈ കാണിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരിക്കലും അവരെങ്ങനെ ചിന്തിച്ചില്ല. Do you know why? Blood makes us related, but loyalty makes a family. നമ്മുടെ ഒരു ഫാമിലി ആയിരുന്നു. ഫാമിലി ഓഫ് 25 men headed by a girl. എനിക്ക് ബിഗ് ബി സിനിമയിലെ അമ്മയെ പോലെയൊക്കെ ചിലപ്പോൾ തോന്നും. ഐ വാസ് എ മദർ അറ്റ് ടൈംസ്, ഐ വാസ് സിസ്റ്റർ അറ്റ് ടൈംസ്. ഞാൻ എല്ലാം ഇങ്ങനെ എന്താ പറയാ, കാര്യങ്ങളൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്ത് ഇവർ ചെയ്യുന്നുണ്ടോ എന്ന് ഇങ്ങനെ കൺട്രാക്ട് ഇട്ടുകൊണ്ടിരുന്നാൽ മതി. തിങ്സ് വെർ വെരി ഈസി ഫോർ മീ. കാരണം എനിക്ക് ചെയ്യാൻ ഒരു ബറ്റാലിയൻ ഉണ്ടായിരുന്നു. ഐ ഹാഡ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് സെക്കൻഡ് ഇയേഴ്സ് ആയിരുന്നു. അവർക്കൊന്നും അറിയത്തില്ല. അതാണ് അതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ വെബിനാർസ് അറ്റൻഡ് ചെയ്യും, ഞാൻ അവർക്ക് മെറ്റീരിയൽ കൊടുക്കും. ബട്ട് അവർക്ക് പോയിരുന്ന് പഠിക്കാനുള്ളൊരു മനസ്സുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാക്ടർ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഫൈനലിസ്റ്റിനെക്കാളും നോളജായി. ആൻഡ് മൈ 3rd years and 4th years പണിയെടുത്ത് നട്ടലൊടിഞ്ഞിട്ടുണ്ട്. ആൻഡ് അലക്സാണ്ടർ, നിങ്ങൾക്കറിയാം, നമ്മുടെ ടോപ്പർ, നമ്മുടെ മിടുക്കൻ, അവൻ തന്നെയാണ് ഇതിലും മിടുക്കൻ. അവനാണ് പണി അറിയാന്നുള്ള ആള്. ഞങ്ങൾക്കൊന്നും വെൽഡിങ്ങും അറിയില്ല, ഒന്നും അറിയില്ല. എന്തെങ്കിലും ഞാൻ പഠിച്ചത് ഇതിൽ പ്രാക്ടീസ് ചെയ്തപ്പോഴാണ്. ഞാനിപ്പോ ഈഗോ വെച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ സീനിയർ ആണ്, ഞാൻ എന്തിനാ അവനോട് ചോദിക്കണം? ഞാൻ അവിടെ ഇരിക്കുകയുള്ളൂ. ഐ യൂസ് ടു ഗോ ആൻഡ് ആസ്ക് ഹിം, എടാ ഇത് എങ്ങനെയാ, എനിക്കറിയില്ല, എനിക്ക് വെൽഡ് ചെയ്യാൻ അറിയില്ല. നമുക്ക് നമ്മുടെ കുറ്റം, നമ്മുടെ സിലബസ് എങ്ങനെയാണ്, നമ്മൾ പഠിക്കും കുറെ തിയറി മഗ്ഗപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പോയി ചോദിക്കും. അതുപോലെ തന്നെ അവരെന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു, എപ്പോഴും. അത് അവരറിയാതെ കേട്ടോ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. യു നോ ഹൗ? എപ്പോഴും എന്നെ വിളിക്കും, ക്യാപ്റ്റൻ 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 ക്യാപ്റ്റൻ. ഇതാ ഞാൻ എപ്പോഴും കേൾക്കുന്നത്. ക്യാപ്റ്റൻ പറയും, ക്യാപ്റ്റൻ പറയും. അവരറിയാതെ തന്നെ അവരെന്നെ മോട്ടിവേറ്റ് ചെയ്യാണ്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. നോ ഒഫെൻസ്, ഓക്കെ. മേ ബി ഈ ഒരു സ്ഥാനത്ത് കുറെ ഗേൾസ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര എളുപ്പമായിരിക്കില്ല. അത് ആൺകുട്ടികളുടെ ഒരു പ്രത്യേകത തന്നെയാണ്, നമ്മൾ കണ്ടുപഠിക്കണം. നമ്മളും അങ്ങനെ ആകണം. നമ്മുടെ ഇടയിൽ ഈഗോ മാറ്റി വെക്കൂ പ്ലീസ്. ഒരാള് ക്യാപ്റ്റൻഷിപ്പിൽ നിന്ന് നമ്മളോട് ചിലപ്പോൾ ഷൗട്ട് ചെയ്യുമായിരിക്കാം, നമ്മളോട് വളരെ ഇതായിട്ട് പെരുമാറുമായിരിക്കാം. നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കാം.
നമ്മളൊരു ഫാമിലി ആണെന്ന് ചിന്തിച്ചാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. Alone I can do very little, but together I can do so much, so much. And my team is the perfect example for that. And so proud, so proudly I can say that I'm the proud owner of my Montier. Montier എൻ്റെ ട്രാക്ടറിന്റെ പേരാണ്. എൻ്റെ എന്തോ എനിക്കൊരു പേഴ്സണൽ അവകാശമുള്ളൊരു ഫീലാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇതൊക്കെ ചെയ്യുമ്പോഴും തിങ്സ് were not that easy for me. നിങ്ങൾക്കറിയാം, ഞാൻ പാസ് ഔട്ടായി കഴിഞ്ഞിട്ടാണ് ഇതിൽ നിൽക്കുന്നത്. അഗൈൻ a tragedy വീണ്ടും വന്നു. I got a call from my mother and ഒരു ട്രാജിക് ന്യൂസ് ഞാൻ കേട്ടു that my mother was diagnosed with cancer. So ഞാൻ TDC നിർത്തണം, എൻ്റെ മാക്സി ഫാമിലി കളഞ്ഞിട്ട് ഞാൻ പോകണം. ഞാൻ ഇതിപ്പോൾ ഇവിടെ പകുതി വെച്ചിട്ട് നിർത്തിയിട്ട് പോകുകയാണെങ്കിൽ അത് രണ്ട് ഇൻകംപ്ലീറ്റ് ആയിട്ട് അവിടെ കിടക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. പകുതി പണി കിടക്കുന്ന ഒരു ട്രാക്ടർ വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ തന്നെ ഇത് വന്ന് കാണണം. ഒരു കാര്യം ഞാൻ ഏറ്റെടുത്തു, ഐ വാണ്ടഡ് ടു കംപ്ലീറ്റ് ഇറ്റ്. അതിന് എന്ത് റിസ്ക്കും എടുക്കാൻ ഞാൻ റെഡിയായിരുന്നു. എനിക്കറിയാം ആ ടൈമിൽ അമ്മയുടെ കൂടെ ഞാൻ വേണം, ഞാൻ കൂടെ വേണം അമ്മയുടെ കൂടെ. ഞാൻ അമ്മയെ വിളിച്ചു, അമ്മ ഞാൻ വേണോ? My mother is a brave lady. She said, നീ എന്തിനാ ഇവിടെ? I can handle it alone. You know, worst nightmares ഉള്ള ടൈമാണ് ട്രീറ്റ്മെന്റ് ടൈം. ഞാൻ ഒന്നും അറിഞ്ഞില്ല. ഞാൻ ഇന്ന് ലാബിൽ പണിയുടെ ഇടയിലാണ്. ഇപ്പൊ അത് അമ്മ താഴ്ചിരിച്ചു. See, I'm so lucky. അമ്മയുടെ ഒരു ചിരി എനിക്ക് കാണാൻ പറ്റുന്നില്ല എപ്പോഴും. See, ഞാൻ ലാബില് നിൽക്കുമ്പോൾ ഞാൻ ഇന്ന് വീഡിയോ കോൾ ചെയ്യും. അപ്പം ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ്സ് എനിക്കറിയില്ല. എനിക്ക് വേണമെങ്കിൽ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കാം, കളഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ പോവാം. ഇതൊന്നും എക്സ്ക്യൂസ് അല്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വന്ന് വീഴും. അതൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല. എന്നെ അത് ബാധിച്ചേ ഇല്ല. ആൻഡ് മൈ മാക്സി ഫാമിലി, ദാറ്റ് വാസ് അനദർ സ്ട്രെസ് ബൂസ്റ്റർ ഫോർ മീ. അവരെനിക്ക്, ഞാൻ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഡാൻസ് പഠിപ്പിക്കാനും പോകണം. അവിടെ ചെന്ന് ഞാൻ ഈ ഫ്രസ്ട്രേഷൻ എല്ലാം തീർക്കുന്ന അവിടെയാണ്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ പിള്ളേരെ പോലെയാണ്. അവരെല്ലാം ഇതുപോലെ അങ്ങ് കേൾക്കും. അവർക്ക് എന്നെ അറിയാം ഞാൻ എന്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. യു നെവർ നോ വാട്ട്സ് ഹാപ്പനിങ് ഇൻ എ പീപ്പിൾ. നമ്മൾ പുറത്ത് കാണുന്നതല്ല, എവ്രിബഡി ഹാസ് എ ഡാർക്ക് സൈഡ്. ആ ഡാർക്ക് സൈഡ് മനസ്സിലാക്കി പെരുമാറാൻ എനിക്ക് പറ്റത്തില്ല കേട്ടോ, പക്ഷെ എൻ്റെ കൂടെയുള്ളവർക്ക് അത് പറ്റി. ഈ ഫാക്ടേഴ്സ് ഒന്നും എന്നെ എഫക്ട് ചെയ്തില്ല എൻ്റെ ട്രാക്ടർ കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ. സോ I became the proud owner of my Montier. എനിക്കിതിലൊരു പേഴ്സണൽ അവകാശമുള്ളൊരു ഫീൽ ഉണ്ട്. ആൻഡ് പക്ഷെ ഒരു കാര്യമുണ്ട്, I want to share with you all the beautiful women sitting there. നിങ്ങളുടെ കണ്ണുകൾ എന്നെ നോക്കിയിരിക്കുന്നത് എനിക്കിപ്പം ശരിക്കും വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഒരു കാര്യം, നമ്മളൊരു ഡ്യൂട്ടി ചെയ്താൽ നമുക്കതിൻ്റെ റൂട്ട് ഓഫ് ദി സക്സസ് എന്ന് പറയും, അതിൻ്റെ റിസൾട്ട് അത് കിട്ടണമെങ്കിൽ അത്ര എളുപ്പമല്ല. ഓക്കെ, നമുക്ക് ഡ്യൂട്ടി ചെയ്യാം, നമ്മൾ ഡ്യൂട്ടി ചെയ്യണം, നമ്മൾ എഫേർട്സ് ഒക്കെ ഇടണം. അതിൻ്റെ സക്സസ് അനുഭവിക്കാൻ നമുക്കത് അത്ര എളുപ്പത്തിലൊന്നും ദൈവം നമുക്ക് തരില്ല. I want to tell you something. ഭഗവത് ഗീതയിൽ പറഞ്ഞൊരു കാര്യം I want to share with you. Do your duty and leave the fruits in the hands of the Lord. You know why? ഡ്യൂട്ടി ചെയ്യാം, ഫ്രൂട്ട്സ് ദൈവത്തിന് കൊടുക്കാം. അതെന്ത് പരിപാടിയാ? ബിഫോർ അതിന്റെ ആൻസർ പറയുന്നതിന് മുമ്പ് I want to show you a video. ഇത് ഫ്ലാഗ് ഓഫ് സെറമണിയാണ് TDCയുടെ. ഞാൻ അവിടെ ഇല്ലായിരുന്നു, എനിക്കത് കാണാൻ പറ്റില്ല. എൻ്റെ ലാസ്റ്റ് ഒന്നും എനിക്ക് കാണുന്നുണ്ട്. ലാസ്റ്റ് പെയിന്റ് അടിച്ചത്, ഫെൻഡർ വെച്ചത്, ലാസ്റ്റ് ഫിനിഷിംഗ് വർക്ക്സിലൊന്നും ഞാനില്ല. എന്ന് ഞാൻ വിളിക്കും, എന്ന് ഞാൻ വീഡിയോ കോൾ ചെയ്യും. എനിക്ക് എന്നിട്ട് ആ ഫ്ലാഗ് ഓഫ് സെറമണി ഞാൻ അപ്പൊ IBM ഞാൻ വർക്ക് ചെയ്യുവാണ്. ഞാൻ അവിടെ അതിന്റെ ഇടയിൽ കൂടെ കള്ളം പറഞ്ഞ് ടോയ്ലറ്റിലൊക്കെ പോയിരുന്നു. ഞാൻ ടോയ്ലറ്റിൽ ഇരുന്നാണ് ഞാൻ അത് കാണുന്നത്, ലൈവ് വീഡിയോ എൻ്റെ ബോയ്സ് എനിക്ക് കാണിച്ചു തരുന്നത്. എന്തുകൊണ്ടായിരിക്കും എനിക്ക് ഫ്രൂട്ട് ഓഫ് ദി സക്സസ് അനുഭവിക്കാൻ പറ്റാത്തത്? വാച്ച് ദ വീഡിയോ. യെസ്, ഇതായിരുന്നു അന്നത്തെ ആ ഒരു ഫ്ലാഗ് ഓഫ് സെറമണി. അത്ര പെട്ടെന്നൊന്നും കിട്ടില്ല. നമുക്ക് റിവാർഡ്സ് കിട്ടണമെങ്കിൽ യുവർ ബാക്ക്ഗ്രൗണ്ട്സ്, യുവർ പാസ്റ്റ് ലൈഫ് ആക്ഷൻസ്, നമ്മുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ, നമ്മൾ ചെയ്ത തെറ്റുകൾ, നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ, ഇതെല്ലാം മസ്റ്റ് മേക്ക് യു എലിജിബിൾ ടു എൻജോയ് ദി ഫ്രൂട്ട്സ് ഓഫ് ദി സക്സസ്. അതുകൊണ്ടാണ് എൻ്റെ പാസ്റ്റ് ലൈഫ് ഞാൻ വിസ്തരിച്ച് നിങ്ങളോട് സംസാരിച്ചത്. My past life was not that good. ഞാൻ ഒരുപാട് തെറ്റുകളും മണ്ടത്തരങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്.
സോ എനിക്ക് ഫ്രൂട്ട് ഓഫ് ദി സക്സസ് കിട്ടാത്തതിൽ എനിക്കൊരു വിഷമമില്ല, ബിക്കോസ് ഐ ഡോണ്ട് ഡിസേർവ് ഇറ്റ്. ഞങ്ങളിങ്ങനെ പറയും, അയ്യോ നമുക്ക് റെക്കഗ്നിഷൻ കിട്ടിയില്ല, ഒരു ഫ്ലെക്സിങ്ങിലും ഇരിക്കായിരുന്നു, നമ്മളൊന്ന് ഇൻവൈറ്റ് ചെയ്യായിരുന്നു എന്നൊക്കെ ഇരുന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വൈസ് ക്യാപ്റ്റൻ അനന്ത് പറയും, നമ്മൾ അതിനുവേണ്ടി അല്ലല്ലോ അത് ചെയ്തത്. നമുക്കിനി ഒരു പുതിയ വരുന്ന ടീമിന് വി നീഡ് ടു ക്രിയേറ്റ് ഒരു പുതിയ ടീമിന് നമുക്ക് ഇൻസ്പിറേഷൻ ക്രിയേറ്റ് ചെയ്യണം, റൈറ്റ്? ഇൻസ്പിറേഷൻ കൊടുക്കണം. അതിനു വേണ്ടിയാണ് നമ്മളിത് ചെയ്തത്. പുതിയ കുട്ടികൾക്ക് നമ്മളൊന്നും ചെയ്യാതെ പോയെന്ന് ഫീൽ വരാൻ പാടില്ല, റൈറ്റ്? സോ അതുകൊണ്ട് തന്നെയാണ് ഐ ബിക്കെയിം ദി പ്രൗഡ് ഓണർ ഓഫ് ദിസ്. ഞാൻ ഇതിനെ ഒരു പെണ്ണായിട്ടോ കാണുന്നത്, എന്റെ ട്രാക്ടറിനെ. ഈസ് എ ലേഡി ഫോർ മീ. സോ ബിഫോർ ഐ എൻഡ്, ഐ എം കമ്മിങ് ടു ദി ക്ലോസ് ഓഫ് ദി സെഷൻ. നമുക്കൊരു ബാഡ് മെന്റൽ ഹാബിറ്റ്സും കുറെ പൊട്ടി ചിന്തകളും ഉണ്ട്. ടെക്കീസ് എന്ന് പറഞ്ഞാൽ ബോയ്സ് ആണ്. നമുക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട്, അല്ലെ? ടെക്കീസ് ഇസ് ഈക്വൽ ടു ബോയ്സ്. Who told you so? അത് ഒരു തെറ്റായ ധാരണയാണ്. മേ ബി അവർക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയായിരിക്കും, കറക്റ്റ് ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് ഒരുപാട് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സ്റ്റിയറിംഗിന്റെ ഇത് എന്താണ്, ഇത് ഇരിക്കുന്ന കമ്പ് എന്താന്നൊക്കെ ഞാൻ ചോദിക്കാം. ഇമാജിൻ ഞാനാണ് ക്യാപ്റ്റൻ. ആസ്ക് ദം. ഇഫ് യു ഡോണ്ട് നോ, ഹാവ് ദ കറേജ് ടു ആസ്ക് ദം. നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് അറിയില്ല, ചിലപ്പോൾ നിങ്ങളെ കളിയാക്കും. അതിനിപ്പോ എന്താ, കളിയാക്കട്ടെ. ഭയങ്കര മോശമായിട്ട് നിങ്ങളെ കളിയാക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയണം, ഇങ്ങനെ തന്നെ പറയണം. അല്ലെങ്കിൽ എഴുതി വെച്ചോ. In the way you are asking your question or explaining the answer, you are being quite disrespectful. You are patronizing me. Speak politely. അവരോട് ഒരു ദേഷ്യമല്ല നമ്മൾ ആ കാര്യം പറയുക. സോ എക്സ്പ്ലെയിൻ ദാറ്റ്. അവർ നമ്മളെ കളിയാക്കുമായിരിക്കാം. യു ആർ ബീങ് ഡിസ്റെസ്പെക്ട്ഫുൾ. സ്പീക്ക് പൊളൈറ്റ്ലി. തിരിച്ചോണ്ട് ചോദിക്കുക, അവർ നമുക്ക് പറഞ്ഞു തന്നെ തരും. I think I have to say a quote which I heard recently. എവിടെയോ ഞാൻ കേട്ടതാണ്. I think it's Priyanka Chopra പറഞ്ഞ ഇതൊരു ടോക്കിൽ. I want to explain that now because it does explain gender. It is very important so that it will clearly explain what I'm trying to say. Listen carefully, okay? The hand that rocks the cradle, the procreator, the mother of tomorrow. A woman shapes the destiny of civilization. So, that's correct channel. Yes, women shape the destiny of civilization. I just want to tell you one thing, ladies. Please step out of line. Come on, it's high time. We're a normal woman. We're phenomenally, we are a woman. Not a phenomenal woman, we are women phenomenally. Birth is exceptional. Do you think giving birth is an easy task? Period is an easy task? Being pregnant is an easy task? A normal person cannot do it. Do you see that wonderful woman there on the picture? Padma Shri warrior, well-known engineer. You see that MP of Australia? I think you know her. Recently news like Larissa Waters. Breastfeeding while she's presenting a bill. Do you see Oprah Winfrey? She was raped, she was abused. Celebrate the womanhood, ladies. Embrace it. And be proud to be a woman. Please step out of line. It's high time. Late. It is your perfect time. Now if you're stepping out of line, you're going to create wonders. And change starts with one person. And that person could be someone next door. What if a person, someone like you and me? Isn't it beautiful? I'm a woman phenomenally. Because I'm a phenomenal woman. I'm an exceptional ആളാണ് എന്ന് എപ്പോഴും നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആൻഡ് എൻ്റെ ലൈഫിൽ ഇപ്പോൾ കുറേ കാര്യം നിങ്ങൾ കേട്ടു. അതിൽ നിങ്ങൾ എടുക്കാൻ പാടില്ലാത്തതുണ്ട്, എടുക്കേണ്ടതുണ്ട്. അതിനുള്ള ബുദ്ധിയൊക്കെ നിങ്ങൾക്കുണ്ട്. ഞാൻ കൂടുതലൊന്നും പറഞ്ഞിനി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ കുറച്ച് കൂടുതൽ സമയമായി പോയെന്ന് തോന്നുന്നു. ആൻഡ് ബിഫോർ ഐ കം ടു എ ക്ലോസ്, ഇതിൻ്റെ ഔട്ട് ഓഫ് ദി ബോക്സ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. No matter whatever your problem in life is, spare a little time for somebody else. നമ്മുടെ വീട്ടിലെ തോട്ടക്കാരനാകാം, ജോലിക്കാരിയാകാം, ഹോസ്റ്റലിലെ ചേട്ടനാകാം, വാർഡനാകാം, ഹോസ്റ്റലിൽ വരുന്ന തൂക്കാൻ വരുന്ന ടീച്ചർ, നമ്മുടെ അപ്പുറത്തെ റൂംമേറ്റ് ആകാം. You know why? Spread love, laughter and goodwill. The more you give, the more you will get back. പക്ഷെ അത് പെട്ടെന്നൊന്നും കിട്ടില്ല. I told you, fruits കിട്ടാൻ it will take some time. But wait, you will get it.
So കൂടുതലൊന്നും ആൻജിക്ക് പറയാനില്ല. Thank you so much for patiently listening my lecture for like hours. With so much love and respect to all the ladies out there. I'm giving a virtual hug to everybody. With so much love, signing off. Anji. Thank you. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇനി ചോദിക്കാം. എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാം. യെസ്, നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് എന്ത് ക്വസ്റ്റ്യനും മാം ചേച്ചിയോട് ചോദിക്കാം. Please feel free to ask anything. നിങ്ങൾക്ക് എന്ത് വേണം ചോദിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇഷ്ടമായില്ല, ചേച്ചി അത് ശരിയായില്ല, അങ്ങനെയൊക്കെ നിങ്ങൾ എന്നോട് എന്ത് വേണോ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. നീ മിണ്ടാതിരിക്കുമ്പോ എനിക്ക് വിഷമാവാ. ചോദിക്കാനൊന്നുമില്ല, പറയാനേ ഉള്ളൂ. നല്ല അടിപൊളി സ്റ്റോറി, എനിക്ക് ഇഷ്ടമായി. Thank you so much, Fatima. It means a lot. Anybody else? ഒന്നുമില്ല, ആർക്കൊന്നും ചോദിക്കാറില്ല. ലെക്ചർ കേട്ട് ബോറായോ? ഹലോ. ചേച്ചിയുടെ ടോക്ക് നല്ല ടോക്കായിരുന്നു, ലൈക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. ബട്ട് ടെഡ് ടോക്ക് ഒക്കെ കേൾക്കണ പോലെ ഇങ്ങനെ ഇരുന്ന് കേട്ടിരുന്നു, സമയം പോയതൊന്നും അറിഞ്ഞില്ല. ഓയ്യോ, മോളുടെ പേരെങ്ങനെയാ? അഗേറ്റ്. Agate. Thank you, Agate. Thank you so much. It means Wonderful a lot. talk. Thank you, Agate. Thank you. ഇതൊന്നും ബന്ധമില്ലാത്ത എന്ത് വേണോ ചോദിക്കാട്ടോ. പ്ലീസ് ഫീൽ ഫ്രീ, ബി ഓപ്പൺ. ഹലോ. ഹായ് നയന. ചേച്ചിയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് ഇനി? ഞാന് ആക്ച്വലി എനിക്കിനി ഹയർ സ്റ്റഡീസ് ചെയ്യണം എന്നാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ തന്നെ. അത് ഇപ്പോൾ MTech ആണോ MS ആണോ എന്നൊരു ഡിസിഷൻ ആയിട്ടില്ല. വെരി സൂൺ ഐ കം ടു എ കൺക്ലൂഷൻ. അതാണ് എൻ്റെ പ്ലാൻ. ഓക്കെ, താങ്ക് യു ചേച്ചി. യു ആർ വെൽക്കം. എൻ്റെ കുറെ ഫേവറേറ്റ് കുട്ടികളൊക്കെ ഇവിടെയുണ്ട്. ആരും ഒന്നും മിണ്ടുന്നില്ല. പരിചയമുള്ളവരൊക്കെ കുറെ പേര് ഞാൻ കാണുന്നുണ്ട്. എന്തും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ. ആൻ ചേച്ചി അല്ലേ നമ്മുടെ? ആരോ? അഞ്ജന. അഞ്ജന ചോദിച്ചോളൂ. ഞാന് കുറെ കാര്യങ്ങളൊക്കെ ചേച്ചിയുടെ ഓൾറെഡി ചേച്ചി തന്നെ പറഞ്ഞറിയാവുന്നതാണ്. എന്നാലും പിന്നെയും ചേച്ചി ഇങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെ കേട്ടിരിക്കാൻ തന്നെ എന്ത് രസം. ഇവിടെ അമ്മ അപ്പുറത്തൊന്നും ഒച്ച ഉണ്ടാക്കണ്ട, ഞാനൊന്നും മിണ്ടാണ്ടിരിക്കുന്ന അമ്മ ചീത്ത അമ്മനെ ഇവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അമ്മ ഞാൻ നല്ല ടോക്കായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു ആന്റി, താങ്ക് യു സോ മച്ച്. So I love you, Anjiji. Miss you very much. Miss you too, Anjana. Thank you. നീ ആർക്കൊന്നും ചോദിക്കാനില്ലേ? എന്നാ നമുക്ക് സെഷൻ കൺക്ലൂഡ് ചെയ്താലോ? അപ്പൊ ഈ SAE മേസിന്റെ ഷീസ്പയർ ടോക്ക് സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ 2 ദിവസം ഈ സെഷൻ എടുത്തു തന്ന ആൻ ചേച്ചിക്ക് വലിയൊരു താങ്ക് യു. ആക്ച്വലി ഇതൊരു സാധാരണ ടോക്ക് സെഷൻ അല്ലായിരുന്നു. സ്വന്തം ഒരു ഫ്രണ്ടിനോട് അല്ലെങ്കിൽ ഒരു സീനിയറിനോട് ആളുടെ കോളേജിലെ എക്സ്പീരിയൻസസ് ഒക്കെ ഇരുന്ന് കേട്ട് അതിന്റെ ഒപ്പം കുറെ മോട്ടിവേഷനും കുറെ ഇൻസ്പിറേഷനും ഒക്കെ കയറി വന്ന് ലിറ്ററലി ചിൽസ് തന്ന ഒരു ടോക്കാണ് ഈ സെഷൻ. അപ്പൊ ആൻ ചേച്ചി, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് എ സച്ച് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. എല്ലാം മൊത്തം ഒരു പാക്കേജ് ആയിരുന്നു സത്യം പറഞ്ഞ, ലൈക്ക് കംപ്ലീറ്റ്ലി ഓസം. അപ്പൊ ആൻ ചേച്ചി, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് അസ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു ഹാവ് എ സെഷൻ വിത്ത് യു. പിന്നെ ഞങ്ങൾ ഈ 2 ദിവസം സപ്പോർട്ട് ചെയ്ത ജോർജ് സാറിനും ഒരു ഹ്യൂജ് താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. പിന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത വന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും താങ്ക് യു സോ മച്ച്. ആൻഡ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത SAE കമ്മിറ്റി മെമ്പേഴ്സിനെയും എല്ലാവർക്കും ഒരു ഹ്യൂജ് താങ്ക് യു ഞാൻ പറയുന്നു. താങ്ക് യു സോ മച്ച്. Thank you so much, Meenakshi, for inviting me. Thanks a lot. ചേച്ചി പൊളിയോ ചേച്ചി, പറയാനൊന്നുമില്ല. മരണമാസം ഇതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പക്ഷെ ചേച്ചി പറഞ്ഞ ഒരു കാര്യം കൂടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കേണ്ടതുണ്ട്.